നമസ്കാരം. 2006 മെയ് മാസത്തിലെ ഒരു ദിവസം അതുപോലെ ഭാസ്കരൻ തന്റെ റബ്ബർ വെട്ട ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ ആ റബ്ബർ തോട്ടത്തിന്റെ നടുക്കുള്ള ആ ഇരുനില വീട്ടിലേക്ക് വീണു. ആ വീടിന്റെ പുറകുവശമാണ് ഇപ്പോൾ അയാൾക്ക് ദൃശ്യമാകുന്നത്. അവിടെ സാധാരണഗതിയിൽ ഈ സമയത്ത് ശാലിനി ആ വീടിന്റെ അടുക്കള വാതിൽ തുറന്ന് പുറത്ത് ഇറങ്ങിയിട്ട സമയമാണ്. റബ്ബർ വെട്ട് കഴിഞ്ഞ് ഭാസ്കരൻ ആ വീട്ടിൽ മടങ്ങിയെത്തുമ്പോൾ ഭാസ്കരന് ഒരു ഗ്ലാസ് ചായ കൊടുക്കുന്ന പതിവ് ശാലിനിക്കുണ്ട്. ഭാസ്കരൻ രാവിലെ 5 മണിക്ക് തുടങ്ങുന്ന വെട്ടാണ്. ഏകദേശം ഒരു 6 മണിയാകുമ്പോൾ ആ പുരയിടത്തിലെ റബ്ബർ വെട്ടിത്തീരും. ഏകദേശം 6 മണിയാകാറായപ്പോഴാണ് ഭാസ്കരൻ ആ വീട്ടിലേക്ക് വെറുതെ നോക്കിയത്. അവിടെ ഒരു അനക്കവും കാണുന്നില്ല. പക്ഷേ ഒരു അനക്കവും ഇല്ലെന്ന് പറയാൻ കഴിയില്ല. ലേശം പുക ഉയരുന്നുണ്ട്. അടുക്കളയിൽ ശാലിനി എത്തിയതിന്റെ ലക്ഷണമാണ് കാണുന്നത്. അത് കണ്ടപ്പോൾ ഭാസ്കരന് സന്തോഷമായി. രാവിലെ ഒരു ചായയും എന്തെങ്കിലുമൊക്കെ കഴിക്കാനും അവിടുന്ന് കൊടുക്കുന്ന ഒരു പതിവ് ശാലിനിക്കുണ്ട്. അത് ഭാസ്കരന് രാവിലെ കുറച്ചൊരു ഊർജം നൽകും. ആ ചായയും കുടിച്ച് അവിടുന്ന് കിട്ടുന്ന ആ ചെറിയ കടി, ചിലപ്പോൾ ബിസ്ക്കറ്റോ മിക്സറോ മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അതും കുറച്ചുകൊണ്ട് ഭാസ്കരൻ അവിടുന്ന് പുറത്തേക്ക് പോകും. പിന്നീട് ഏകദേശം ഒരു മണിക്കൂർ കഴിയുമ്പോഴാണ് ഭാസ്കരൻ മടങ്ങി വരിക. പാലെടുക്കാനായിട്ടാണ് പിന്നെ വരുന്നത്. അതിനിടയിൽ ഭാസ്കരന്റെ വീട്ടിലേക്ക് പോവുകയും വീട്ടിലെ ചില ജോലികളൊക്കെ ചെയ്യുകയും ചെയ്യും. ഇന്നും ഏകദേശം 6 മണിയാകാറായപ്പോൾ അതുകൊണ്ടാണ് ഭാസ്കരൻ ആ വീടിന്റെ അടുക്കള വാതിൽക്കിലേക്ക് അങ്ങനെ നോക്കിയത്. അങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ ഭാസ്കരൻ അടുത്ത മരത്തിനടുത്തെത്തുകയും ചെയ്തു. ഏതാനും മരങ്ങൾ കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതും ഭാസ്കരന്റെ അന്നത്തെ ജോലി അവസാനിപ്പിച്ച് ഭാസ്കരൻ ആ വീടിന്റെ അടുക്കള വാതിൽക്കിലെത്തി. അതിന് സമീപത്തായി ഒരു ചായ്പിൽ ഒട്ടുപാല് പിറക്കിയിടുന്ന ആ വെട്ടുകാർ ഉപയോഗിക്കുന്ന ആ കുട്ടിയൊക്കെ അവിടെ വെക്കണം. കത്തിയും അവിടെ തന്നെ വെക്കണം. അതൊക്കെ യഥാസ്ഥലത്ത് വെച്ചിട്ട് ഭാസ്കരൻ അടുക്കള വാതിലിന്റെ അടുത്തെത്തിയപ്പോൾ അത് അടഞ്ഞു കിടക്കുകയാണ്. അയാൾ അടുക്കള ഭാഗത്തെ ജനാലിലൂടെ നോക്കുമ്പോൾ പുക വരുന്നുണ്ട്. പക്ഷേ ശാലിനി അവിടെ ഇല്ല. അയാൾ ഏതാനും മിനിറ്റ് നേരം അവിടെ നിന്നിട്ട് മുൻവശത്തേക്ക് നടന്നു. മുൻവശത്തെ വാതിലും അടഞ്ഞു കിടക്കുകയാണ്. ഇനി അവര് വാഷ്റൂമിലെല്ലാം പോയിരിക്കുകയായിരിക്കൂ. അങ്ങനെ തോന്നിയതുകൊണ്ട് അവരെ വിളിക്കാൻ നിൽക്കാതെ ഭാസ്കരൻ അവിടെ നിന്ന് അയാളുടെ വീട്ടിലേക്ക് നടന്നു. ആ 2 നില വീടിന്റെ മുൻവശത്തൂടി നടന്ന് റോഡിലിറങ്ങി ഭാസ്കരൻ വീട്ടിലെത്തി. ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഭാസ്കരൻ മടങ്ങിയെത്തുകയും ചെയ്തു. മടങ്ങിയെത്തിയപ്പോൾ ഭാസ്കരന്റെ ശ്രദ്ധ പൂർണ്ണമായും ആ പാലെടുക്കുന്ന പ്രക്രിയയിലേക്കും കടന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ അയാൾ ആ സമയത്ത് ശാലിനിയെ നോക്കിയിരുന്നില്ല. ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ജോലിയൊക്കെ പൂർത്തീകരിച്ച് പാലിനെ ഷീറ്റ് ഒഴിക്കുന്ന പ്രക്രിയയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം അയാൾ വീണ്ടും ആ അടുക്കളയുടെ ഭാഗത്തെത്തപ്പോൾ അവിടെ ശാലിനി ഇല്ല. ഇതിപ്പോ ഇവരെവിടെ പോയി? ശാലിനിയെ കാണാതെ വന്നപ്പോ ഭാസ്കരൻ ഒരു അതിശയം. സാധാരണഗതിയിൽ ആ സമയത്ത് അടുക്കളയിൽ ഉറപ്പായും ശാലിനി ഉണ്ടാകേണ്ടതാണ്. ശാലിനിയോട് ഷീറ്റ് എത്ര എണ്ണം ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് സാധാരണഗതിയിൽ ഭാസ്കരൻ അന്ന് കടന്നു പോവുക. അതാ ദിവസത്തെ ഷീറ്റിന്റെ എണ്ണം അടുക്കളയിൽ നിൽക്കുന്ന ശാലിനി നോക്കി വിളിച്ചു പറഞ്ഞിട്ടാണ് ഭാസ്കരൻ പോവുക. ഇന്ന് അടുക്കളയിൽ ശാലിനി കാണുന്നില്ല. എന്നാൽ ഉറക്കെ ഭാസ്കരൻ പറഞ്ഞു, ശാലിനി 14 ഷീറ്റാണേ. അങ്ങനെ പറഞ്ഞിട്ട് ഭാസ്കരൻ അങ്ങ് പോവുകയും ചെയ്തു. പിറ്റേന്ന് പതിവ് പോലെ ഭാസ്കരൻ റബ്ബർ വെട്ടാനായി എത്തുമ്പോൾ സമയം രാവിലെ 5 മണി. അതിവേഗം തന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് 6 മണിയാകാറായപ്പോൾ വീണ്ടും വീടിനടുത്തേക്ക് ഭാസ്കരൻ എത്തുമ്പോൾ അവിടെ അന്നും ശാലിനി ഇല്ല. ഇന്നും ശാലിനിയെ കാണുന്നില്ലല്ലോ. അങ്ങനെ ഒരു ചിന്ത ഭാസ്കരന്റെ മനസ്സിലേക്ക് കടന്നു വന്നെങ്കിലും രാവിലെ ശാലിനി എന്ന് വിളിക്കാനുള്ള ഒരു മടിയുണ്ട് അയാള് ആ അടുക്കളയ്ക്ക് നോക്കിയതിന് ശേഷം അയാള് വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയ ഭാസ്കരൻ ഭാര്യയോട് ചായ എടുക്കാൻ പറയുകയും ചെയ്തു. നിൽക്കുന്ന അവിടെ നിന്ന് ചായ കിട്ടിയില്ലേ? ഇല്ലടേ, അവിടെ ശാലിനി എണീറ്റ കോളില്ല. അതെന്ത് പറ്റി? സാധാരണ അവര് 5:30 കഴിയുമ്പോഴേ എണീക്കുന്നല്ലേ. അതാ ഞാനും ആലോചിക്കുന്നത്. അവരിനെ എങ്ങോട്ടെങ്കിലും പോയി കാണോ? എനിക്കും ആ ഒരു സംശയമുണ്ട്. വീടിന്റെ വാതിലും ജനാലുകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. നിങ്ങൾ എന്തായാലും പാലെടുക്കാൻ നേരത്ത് ഒന്നുകൂടെ ഒന്ന് നോക്ക്. അങ്ങനെ ഭാര്യ ഭാസ്കരനോട് പറയുകയും ചെയ്തു. ഭാര്യ പറഞ്ഞ അനുസരിച്ച് അന്ന് ആ പാലെല്ലാം ഒഴിച്ച് ഷീറ്റാക്കിയതിനു ശേഷം ശാലിനിയുടെ വീടിനടുത്ത് വരുമ്പോൾ ഭാസ്കരൻ ഉറക്കെ വിളിച്ചു, ശാലിനിയെ കാണാഞ്ഞിട്ടാണ് ഭാസ്കരൻ അങ്ങനെ വിളിച്ചത്. ഏതാനും തവണ അങ്ങനെ വിളിച്ചിട്ടും അവിടെ റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഭാസ്കരൻ ആ വീടിന് ചുറ്റും നോക്കി. ജനാലയും വാതിലും ഒക്കെ അടഞ്ഞു കിടക്കുകയാണ്. ശാലിനി എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ സാധാരണ എന്നോട് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇതിപ്പോ എന്താ പറ്റിയേ? അങ്ങനെ സ്വയം ചോദിച്ചുകൊണ്ട് ഭാസ്കരൻ അവിടുന്ന് നടന്ന് അയാളുടെ വീട്ടിലെത്തി അയാളെ കണ്ടുടൻ അയാളുടെ ഭാര്യ ഭാസ്കരനോട് ചോദിക്കുകയും ചെയ്തു, ശാലിനിയെ കണ്ടോ? ഇല്ലടേ, അവരവിടെ ഇല്ലെന്നാ തോന്നുന്നത്. അങ്ങനെ സംഭവിക്കൂ? എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ സാധാരണ നിങ്ങളോട് പറയുന്നതല്ലേ? അതെ, എന്നോട് പറയുന്നതാണ്. പക്ഷെ എന്തോ പറഞ്ഞില്ല. ഇനി അത്യാവശ്യമായിട്ട് അമ്മ എങ്ങനെ കാണാൻ പോയി കാണോ? ശാലിനിയുടെ അമ്മ ഇരിട്ടിയിലാണ് താമസിക്കുന്നത്. ശാലിനിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് ഇരിട്ടിയിലേക്ക്. ഇരിട്ടിയിലെ ലേശം പ്രയാസമുള്ളൊരു സ്ഥലത്താണ് ശാലിനിയുടെ അമ്മ താമസിക്കുന്നത്.
അമ്മയെ കാണാനായിട്ട് ശാലിനി പോകുമ്പോൾ ആ ഭാഗത്ത് റേഞ്ച് ഇല്ലെങ്കിൽ വിളിക്കാനുള്ള സാധ്യതയുമില്ല. അക്കാര്യം ഭാസ്കരൻ ഭാര്യയോട് സൂചിപ്പിക്കുകയും ചെയ്തു. ഏതായാലും രണ്ടാമത്തെ ദിവസവും ശാലിനിയെ കാണാതെ വന്നപ്പോൾ ഒരു അസ്വസ്ഥത ഭാസ്കരന് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഭാസ്കരൻ അക്കാര്യം ഭാര്യയോട് പറഞ്ഞപ്പോൾ ഭാര്യ റാണി ഭാസ്കരനോട് പറഞ്ഞു, ചേട്ടാ അത് ചിലപ്പോ ഞാൻ പറഞ്ഞതുപോലെ അമ്മയെ കാണാൻ പോയതായിരിക്കും. അമ്മയും കൊണ്ട് ഇനി ആശുപത്രിയിൽ എങ്ങനെ പോയൊന്നും അറിയത്തില്ല. അമ്മയ്ക്ക് ശാലിനിയല്ലേ എല്ലാ കാര്യത്തിലും സഹായിക്കാനുള്ളത്. അങ്ങനെ റാണി പറഞ്ഞപ്പോ ഭാസ്കരൻ പിന്നെ വേറൊന്നും പറഞ്ഞില്ല. എന്നാൽ ആ ദിവസം അങ്ങ് കടന്നു പോവുകയാണ്. പക്ഷെ അങ്ങനെ കടന്നു പോകുമ്പോഴും ഭാസ്കരന്റെ ഉള്ളിൽ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട്. അയാൾക്ക് ആ വീട്ടിലെ ശാലിനിയും ആ വീട്ടിലെ എല്ലാവരെയും നന്നായി അറിയാം. അവരുടെ പെരുമാറ്റത്തിന്റെ രീതികളും അയാൾക്ക് അറിയാം. അവരെവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഉറപ്പായും അയാളോട് പറയേണ്ടതാണ്. പക്ഷെ പറഞ്ഞിട്ടില്ല. ശാലിനിയുടെ നമ്പർ അയാളുടെ കൈവശമുണ്ട്. അയാൾ ആ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ അത് കണക്ട് ആവുന്നുമില്ല. ശാലിനി ഇരുട്ടിയിൽ അമ്മയുടെ അടുത്തേക്ക് പോയപ്പോൾ ഇനി റേഞ്ച് ഇല്ലാത്ത ഭാഗത്തെങ്ങാനും ശാലിനി പെട്ടുപോയത് കൊണ്ടാണോ തനിക്കിനി ശാലിനെ കിട്ടാത്തത്? ആ ചോദ്യം ഇന്നലെ മുതലേ അയാളുടെ മനസ്സിലുണ്ട്. ഇന്നിപ്പോ വീണ്ടും ട്രൈ ചെയ്തിട്ട് കിട്ടാതെ വന്നപ്പോൾ ആ ചോദ്യം ഒന്നുകൂടി ഉറക്കുകയാണ്. എന്തായാലും പിറ്റേന്ന്, അതായത് മൂന്നാം ദിവസം വീണ്ടും അയാൾ റബ്ബർ വെട്ടാനെത്തി. സാധാരണത്തിൽ അയാള് റബ്ബർ വെട്ടി പാലൊഴിച്ച് ഷീറ്റാക്കി വെക്കും. അതിനെ അടിച്ച് ഷീറ്റാക്കുന്നത് മിക്കവാറും ശാലിനി തന്നെയാണ്. തലേദിവസം അയാൾ ആ കാര്യം ശ്രദ്ധിച്ചിരുന്നില്ല. ഇന്ന് ചെന്നപ്പോൾ ആദ്യം അയാൾ നോക്കിയത് ഷീറ്റ് അടിച്ചിട്ടുണ്ടോ എന്നാണ്. അയാൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു റിസൾട്ടാണ് അയാൾ കാണുന്നത്. അയാള് ഒഴിച്ചു വെച്ചത് അതുപോലെ തന്നെ ഇരിക്കുകയാണ്. 2 ദിവസത്തെ ഷീറ്റുകൾ അങ്ങനെയുണ്ട്. സാധാരണഗതിയിൽ അയാൾ ഒഴിച്ചു വെക്കുന്ന പാല് ഷീറ്റാക്കി മാറ്റുന്നത് ശാലിനിയാണ്. തലേദിവസം ശാലിനിയെ കാണാത്തതുകൊണ്ട് അയാൾ തന്നെയാണ് ഷീറ്റ് അടിച്ചിട്ടത്. ഇന്നും ശാലിനി ഇല്ലെങ്കിൽ അയാൾ തന്നെ ഷീറ്റ് അടിച്ചിടണം. അങ്ങനെ ആലോചിച്ചുകൊണ്ട് അയാൾ രാവിലെ തന്നെ തോട്ടത്തിലെത്തി റബ്ബർ വെട്ടി. അതിനുശേഷം 6 മണിയോടുകൂടി ആ അടുക്കളയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു വെട്ടവുമില്ല, ശാലിനിയുമില്ല. 2 ദിവസമായി ശാലിനിയെ കണ്ടിട്ട് അയാൾക്കൊരു അസ്വസ്ഥ ഫീൽ ചെയ്തതും ശാലിനിയുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇടതു ഭാഗത്തേക്ക് നടന്ന് മെയിൻ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ കാണുന്ന കടയിലാണ് ഇപ്പോൾ ഭാസ്കരൻ നിൽക്കുന്നത്. ഒരു ചായക്കട കം മുറുക്കാൻ കടയാണ്. ആ കടയുടെ അടുത്ത് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ആ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടാണ് ശാലിനി സാധാരണ ഇതിൽ ബസ് കയറി എങ്ങോട്ടെങ്കിലും പോകുന്നത്. അതറിയാവുന്ന ഭാസ്കരൻ ആ കടയിലെത്തി ആ കടക്കാരനോട് ശാലിനിയെ കുറിച്ച് തിരക്കിപ്പോ അയാൾക്ക് ശാലിനിയെ കണ്ടതായി ഓർമ്മയില്ല. ശാലിനിയെ എങ്ങോട്ടും പോകാനായി ഇവിടെ വന്നതായിട്ട് ഞാൻ ഓർക്കുന്നേ ഇല്ല. ഞാൻ അവരെ കണ്ടിട്ട് 1-2 ദിവസമായല്ലോ. ശാലിനി അമ്മയെ കാണാനായി ഇരിട്ടി ഭാഗത്തേക്ക് പോകണമെങ്കിൽ ആ കടയുടെ മുന്നിൽ വരണം. അവിടെ നിന്ന് ബസ്സിൽ കയറി വേണം ഇരിട്ടി ഭാഗത്തേക്ക് പോകാൻ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി ആ കടക്കാരൻ ഓർക്കുന്നില്ല. അധികം ആളുകളൊന്നും വരുന്ന ബസ് സ്റ്റോപ്പ് അല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ആരെങ്കിലും വന്നാൽ അയാൾ അറിയും. അയാള് ശാലിനി ആ സ്റ്റോപ്പിൽ എത്തിയിട്ടില്ല എന്ന് ഏതാണ്ട് തീർത്ത് പറഞ്ഞപ്പോൾ ഭാസ്കരൻ അയാളോട് പറഞ്ഞു, ജോർജ്, ഞാൻ 2 ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്കെന്തോ ഒരു അസ്വസ്ഥ ഫീൽ ചെയ്യാണ്. ഞാൻ 2 ദിവസം മുമ്പ് ശാലിനിയുടെ അടുപ്പിന്റെ ഭാഗത്ത് തീ പുകയുന്നത് കണ്ടിരുന്നു. തീ പുകച്ചുകൊണ്ടിരുന്ന സമയത്ത് ശാലിനി അത്യാവശ്യമായിട്ട് ഫോൺ വന്നിട്ട് എങ്ങോട്ടെങ്കിലും പോയി കാണുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഇപ്പോ നിങ്ങൾ പറയുന്നു ശാലിനി ബസ്സിൽ പോകുന്നത് കണ്ടിട്ടില്ല എന്ന്. നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കിയാലോ? ജോർജിനോട് ഭാസ്കരൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഭാസ്കരനെ നന്നായി അറിയാവുന്ന ജോർജ് പറഞ്ഞു, ഓക്കെ ഭാസ്കര, ഞാനിങ്ങോട്ട് വരാം. അയാള് ഉടൻ തന്നെ 3-4 ആളുകളെ കൂടി വിളിച്ചു കൂട്ടി. ആ സംഘം ശാലിനിയുടെ വീട്ടിലെത്തി. വീടിന്റെ മുൻഭാഗം അടഞ്ഞു കിടക്കുകയാണ്. സൈഡിലെ ജനാലകളൊക്കെ അടഞ്ഞു കിടപ്പുണ്ട്. ആ 2 നില വീട് ലേശം പഴക്കമുള്ള വീടാണ്. ആ വീടിന് ചുറ്റും ഒരു നടക്കുമ്പോൾ എല്ലാ വാതിലുകളും അടഞ്ഞു കിടക്കുകയാണ്. പക്ഷെ അടുക്കളയിൽ എന്തോ വേവിച്ചതിന്റെ ഒരു ലക്ഷണം ഉണ്ട്. ഭാസ്കരൻ പറയുന്ന പോലെ 2 ദിവസം മുമ്പ് അവിടെ എന്തോ വേവിച്ചതിന്റെ ലക്ഷണമാണ് ആ അടുക്കളയിലെ അഴികൾക്കിടയിലൂടെ എത്തി നോക്കുമ്പോൾ അവർക്ക് കാണാൻ പറ്റുന്നത്. നല്ല കുഴിഞ്ഞ ഒരു അടുപ്പുള്ള ഒരു അടുക്കളയാണ്. പണ്ടത്തെ രീതിയിലുള്ള അടുക്കളയാണ്. അവിടെ എത്തി നോക്കിയിട്ടും ശാലിനിയെ അവിടെ ഒന്നും കണ്ടില്ല. അവര് ശാലിനി എന്ന് ഉറക്കെ വിളിച്ചെങ്കിലും ഒരു അനക്കവുമില്ല. ജോർജിന്റെ ശ്രദ്ധയപ്പെടാതെ ബസ് കയറി ശാലിനി ഇനി എങ്ങോട്ടെങ്കിലും പോയി കാണും. അങ്ങനെ ഒരു ചോദ്യം ഭാസ്കരൻ ചോദിച്ചപ്പോൾ ജോർജ് പറഞ്ഞു, അതിന് സാധ്യതയില്ല. ഞാൻ എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് കട തുറക്കുന്നതാണ്. വൈകുന്നേരം കട അടയ്ക്കുന്നത് വരെ ഞാൻ ആ കടയിൽ തന്നെ കാണും. ഇവിടെ നമ്മൾ അറിയുന്ന ആളുകളല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ശാലിനി അവിടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ കാണേണ്ടതാണ്. ജോർജ് അയാളുടെ അഭിപ്രായം അങ്ങനെ വ്യക്തമാക്കിയതും അവിടെ അവർക്കൊപ്പം അന്വേഷിക്കാൻ വന്ന ആളുകളും ഭാസ്കരനോട് പറഞ്ഞു, ഭാസ്കര, ജോർജ് പറഞ്ഞതാ ശരി. ജോർജ് കാണാതെ അവിടെ നിന്ന് ആരും ബസ്സിൽ കയറാനുള്ള സാധ്യതയില്ല. നമ്മൾ കുറച്ച് ആളുകൾ മാത്രമല്ലേ ഇവിടെ താമസിക്കുന്നുള്ളൂ. നമുക്ക് പോലീസിനെ വിവരം അറിയിച്ചാലും. അങ്ങനെ അവർ പറയാനൊരു കാരണമുണ്ട്. ശാലിനിയുടെ ഹസ്ബൻഡ് ശാലിനിയോട് പിണങ്ങി വീട് വിട്ട് പോയിട്ട് കാലം ഒരുപാടായി. ശരിക്കും അവര് വിവാഹമോചിതരാണ്. ശാലിനി
മദനൻ ദമ്പതികൾക്ക് ഒരു കുട്ടിയുമുണ്ട്, ഒരു പയ്യൻസാണ്. ആ പയ്യൻസും ശാലിനിയും മാത്രമാണ് ആ വീട്ടിൽ താമസം. ശാലിനിയും പയ്യൻസും കൂടി ഒരുമിച്ച് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ചുറ്റുവട്ടത്തുള്ള ആരെങ്കിലുമൊക്കെ അറിയേണ്ടതാണ്, അല്ലെങ്കിൽ ആരോടെങ്കിലും അവർ പറയും. ഇനി അഥവാ പറയാൻ വിട്ടുപോയാലും അടുത്തുള്ള വീട്ടുകാരെങ്കിലും ഫോണിൽ വിളിച്ച് കാര്യം പറയേണ്ടതാണ്. ആരോട് പറഞ്ഞില്ലെങ്കിലും ഭാസ്കരനോട് പറയും. കാരണം ഭാസ്കരൻ അവിടുത്തെ റബ്ബർ വെട്ടുന്ന ആളല്ലേ. അതൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു അസ്വസ്ഥത ആളുകൾക്ക് തോന്നിയത് കൊണ്ടാണ് അവരിൽ ഒരാള് പോലീസിൽ അറിയിക്കുന്നതിനെ കുറിച്ച് സൂചിപ്പിച്ചത്. എന്തായാലും ആ ചർച്ച അധികം നീട്ടേണ്ടി വന്നില്ല. അവരുടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. വിവരം റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ പോലീസ് ആ വീടിനടുത്തെത്തി. ആ സമയത്തും വീടിന്റെ അടുത്ത് ഏതാനും ആളുകൾ കൂടി നിൽക്കുകയാണ്. അവിടെ എത്തിയ പോലീസിനോട് നാട്ടുകാരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഭാസ്കരൻ അയാളുടെ ഉള്ളിലെ സംശയം പോലീസിനെ അറിയിച്ചത്. പോലീസ് സബ് ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള ടീം ആ ഭാസ്കരനും ടീമിനൊപ്പം നടന്ന് വീടിനടുത്തെത്തി. ശാലിനിയുടെ വീട് ഒറ്റ നോട്ടത്തിൽ തന്നെ ആരും ശ്രദ്ധിക്കുന്ന ഒന്നാണ്. ഒരു നല്ല അടിപൊളി 2 നില വീടാണെങ്കിലും ഒത്തിരി പഴക്കമുണ്ട് ആ വീടിന്. ആ വീടിന്റെ ചുറ്റുവട്ടത്തും ധാരാളം ചെടികളും മരങ്ങളും ഒക്കെ വളർന്നു നിൽപ്പുണ്ട്. അത്ര ഭംഗിയായിട്ടൊന്നുമല്ല ആ പരിസരം കീപ്പ് ചെയ്തിരിക്കുന്നത്. അവിടേക്ക് എത്തിയ മഹേഷിന് തുടക്കത്തിലെ അങ്ങനെയാണ് തോന്നിയത്. മഹേഷ് മുൻവശത്ത് കയറി ആ മുൻവശത്ത് വാതിൽ നിന്ന് പ്രസ് ചെയ്തു. അത് അടഞ്ഞു കിടക്കുകയാണ്. ജനാലകളിലൊക്കെ തപ്പി നോക്കുമ്പോൾ അതൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. ജനാലകളും വാതിലുകളും വളരെ ബന്ധോസാക്കിയിട്ടിരിക്കുകയാണ്. കുറ്റിയൊക്കെ കൃത്യമായി ഇട്ടിട്ടുണ്ട്. അങ്ങനെ പോലീസ് ഓരോ ജനാലയും വാതിലും അങ്ങനെ തള്ളി നോക്കുകയാണ്. അങ്ങനെ തള്ളി നോക്കിയാണ് അവസാനം അവര് അടുക്കള വാതിൽക്കലെത്തിയത്. ആ വാതിലിൽ പോലീസ് ഒന്ന് ബലമായി തള്ളിയപ്പോൾ അവരെ അമ്പരപ്പിച്ചുകൊണ്ട് ആ വാതിലങ്ങ് അകത്തേക്ക് തുറന്നു. ശരിക്കും ആ വാതിൽ പൂട്ടിയിട്ടില്ലായിരുന്നു എന്നുള്ള കാര്യം അപ്പോഴാണ് ഭാസ്കരനും കൂടുതൽ ആളുകളും ശ്രദ്ധിക്കുന്നത്. അവരെല്ലാവരും ആ വാതിലിനടുത്ത് എത്തിയതാണ്. പക്ഷെ ആരും തന്നെ വാതിൽ തള്ളി നോക്കിയിരുന്നില്ല. വാതിലങ്ങ് തുറക്കപ്പെട്ടതും മഹേഷും പോലീസുകാരും നാട്ടുകാരും പതുക്കെ ആ വീടിനുള്ളിലേക്ക് കടന്നു. ശാലിനി എന്ന് ഉറക്കെ വിളിക്കേണ്ട കാര്യം ഇപ്പൊ ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം. അവർക്ക് ഒരു അസ്വസ്ഥ ഫീൽ ചെയ്യുന്നുണ്ട്. ആ വീടിനകത്തേക്ക് കടന്ന അവർ ആ അടുക്കള വാതിൽ വഴി മെയിൻ ഹാളിലേക്കും ബെഡ്റൂമിലേക്കൊക്കെ എത്തി. അവിടെയൊന്നും ഒരു തരത്തിലുള്ള അസ്വാഭാവികതയുമില്ല. അങ്ങനെയാണ് അവർ 2ാമത്തെ നിലയിലേക്ക് കടക്കുന്നത്. അവിടെയും പ്രത്യേകിച്ച് ഒന്നും തന്നെ നോട്ടീസബിൾ ആയിട്ടില്ല. ടെറസിലേക്ക് കിടന്നപ്പോൾ അവിടെയും വ്യത്യസ്തമായിട്ടൊന്നുമില്ല. ആ വീടിനകത്തുനിന്ന് ഒന്നും കിട്ടിയിട്ടില്ല. ആകെയുള്ള പ്രത്യേകത ആ വീടിന്റെ അടുക്കള വാതിൽ ചാരിയിരുന്നു എന്നുള്ളതാണ്. അടുക്കള വാതിൽ ചാരിയിരിക്കുമ്പോൾ അതിനൊരു അർത്ഥമുണ്ട്. ആ വാതിൽ വഴി ആരോ പുറത്തിറങ്ങിയിട്ടുണ്ടാവും. ശാലിനിയും മകനും വീടിന് മുൻവശത്തെ വാതിൽ പൂട്ടിയായിരിക്കും പുറത്തേക്ക് പോകേണ്ടത്. പക്ഷെ മുൻവശത്തെ വാതിൽ അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്. അതും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. വാതില് അകത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു. എല്ലാ ജനാലകളും അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുകയാണ്. 2ാമത്തെ നിലയിലെ വാതിലുകളും അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്. ആകെയുള്ള വ്യത്യാസം അടുക്കള വാതിൽ ബലമായി ചാരിയിരുന്നു എന്നുള്ളതാണ്. കണ്ടാൽ അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണെന്നേ പുറത്തു നിൽക്കുന്ന ഒരാൾക്ക് തോന്നും. ആ ശൈലിയില ആ വാതിൽ ചാരിയിരുന്നത്. എന്തായാലും ആ വീട്ടിൽ നിന്ന് ഒരു ഇൻഫർമേഷനും പോലീസ് ആഗ്രഹിക്കുന്ന പോലെ കിട്ടാതെ വന്നപ്പോൾ ആ സംഘം വീണ്ടും നടന്ന് ആ അടുക്കള വാതിലിന്റെ ഭാഗത്തെത്തി. അടുക്കള വാതിലിന്റെ ഭാഗത്തെത്തിയപ്പോൾ മഹേഷിന്റെ ശ്രദ്ധ അടുക്കളയിലൊക്കെ തിരിഞ്ഞു. അടുക്കളയിൽ അവിടെ ആ അടുപ്പിന്റെ മുകളിൽ ഒരു പാത്രം ഇരിപ്പുണ്ട്. മഹേഷിന് എന്തോ തോന്നിയതും മഹേഷ് ആ കലത്തിന്റെ മൂടി അങ്ങ് മാറ്റി. ശരിക്കും സ്ലോ മോഷനിൽ നടന്നു നിന്നാണ് മഹേഷ് ആ കലത്തിന്റെ മുകളിലെ ആ മൂടി മാറ്റുന്നത്. ആ അടപ്പ് മാറ്റിയപ്പോൾ അതിനകത്ത് പക്ഷെ ഒന്നുമില്ല. അതിനകത്ത് എന്തോ ഉണ്ടെന്നൊരു തോന്നൽ ആളുകൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് ഒന്നും കാണാതെ വന്നപ്പോൾ അമ്പരപ്പുണ്ടായത് ഇപ്പോ നമ്മുടെ ഭാസ്കരനാണ്. ഭാസ്കരൻ 2 ദിവസം മുമ്പ് രാവിലെ ആ അടുക്കളയിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് കണ്ട ആളാണ്. ആ പാത്രത്തിനകത്ത് എന്തോ വേവിക്കാനായിട്ട് ശാലിനി ശ്രമിച്ചിരുന്നു എന്നുള്ളതിനൊരു സൂചനയായിട്ടാണ് ആ കലത്തെ ഭാസ്കരൻ കണ്ടത്. ആ കലത്തെ അടുക്കളയിലെ ആ അഴികൾക്കിടയിലൂടെ അവർ നേരത്തെ കണ്ടതുമാണ്. പക്ഷെ കലത്തിനകത്ത് ഒന്നുമില്ല. പിന്നെ ആ തീയും പുകയും എങ്ങനെ അവിടെ ഉണ്ടായി? ഭാസ്കരന് അക്കാര്യം നല്ല ഓർമ്മയുണ്ട്. ഭാസ്കരൻ പെട്ടെന്ന് മഹേഷിനോട് പറഞ്ഞു, സർ, 2 ദിവസം മുമ്പ് രാവിലെ ഞാൻ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അടുക്കളയിൽ നിന്ന് പുക ഉയരുന്നത് ഞാൻ കണ്ടതാണ്. പക്ഷെ ഞാൻ റബ്ബർ വെട്ടി തീർന്നിട്ട് ഇവിടെ വരുമ്പോൾ ശാലിനിയെ കണ്ടില്ല. അയാൾ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് മഹേഷിനും ഒരു കൗതുകം ഉണ്ടാക്കി. ആ വീട്ടിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടു എന്ന് ദൃക്സാക്ഷി പറയുകയാണ്. പക്ഷേ അവിടെ ഇരിക്കുന്ന അടുപ്പിലെ കലത്തിനകത്ത് ഒന്നുമില്ല. വെറുതെ ഒരു കലം വെച്ച് ആരെങ്കിലും ചൂടാക്കൂ? അതൊരു ചോദ്യമാണ്. അല്ല, വെറുതെ ആണെങ്കിൽ ആരാ അത് ചെയ്തത്? അങ്ങനെ ചോദിക്കുമ്പോഴാണ് മഹേഷിന്റെ ശ്രദ്ധ പൂർണ്ണമായി ആ കലത്തിന്റെ അടിയിലേക്ക് വരുന്നത്. ആ കലം നന്നായി കരിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് തീയേറ്റ് അതിന്റെ അടിഭാഗം കറുത്ത് കരിവാളിച്ചിരിപ്പുണ്ട്. ശരിക്കും നന്നായിട്ട് ആ കലത്തെ ചൂടാക്കിയിരിക്കുകയാണ്. എന്തിന്? ആളുകൾക്കും പോലീസിനും ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്.
എന്തോ ഒരു അസ്വാഭാവികത അവിടെ ഉണ്ടെന്നൊരു തോന്നൽ പതുക്കെ പതുക്കെ പോലീസുകാരിലും മഹേഷിലും അങ്ങനെ ഉണ്ടായി വരുമ്പോൾ മഹേഷിനൊപ്പമുള്ള ഒരു പോലീസുകാരൻ പെട്ടെന്ന് അവിടെ ഒന്ന് കുനിഞ്ഞു. അയാൾ ആ അടുപ്പിൻ്റെ അടുത്ത് മുട്ടുകുത്തുകയാണ്. അയാൾ ആ പ്രത്യേകതയുള്ള അടുപ്പിലേക്ക് നോക്കിയിട്ട് മഹേഷിനോട് പറഞ്ഞു, സാർ സാർ ഈ ഇവിടേക്കൊന്ന് നോക്കി. നല്ല കുഴിവുള്ള ഒരു അടുപ്പാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. പണ്ട് ഉപയോഗിക്കുന്ന ശൈലിയുള്ള ഒരു അടുപ്പ്. ആ അടുപ്പിൽ സൂക്ഷിച്ചു നോക്കുന്ന ആ പോലീസുകാരൻ പറഞ്ഞു കേട്ടതും മഹേഷും കുനിഞ്ഞ് ആ അടുപ്പിന്റെ അടിയിലേക്ക് നോക്കി. ഒരു വലിയ കുഴിക്കകത്ത് ധാരാളം വിറകിട്ട് കത്തിച്ചിരിക്കുകയാണ്. കുഴിയുടെ രൂപത്തിലുള്ള അടുപ്പാണ്. ആ അടുപ്പിനകത്ത് വിറകിട്ട് കത്തിച്ചതല്ല അവരെ രണ്ടുപേരെയും ആകർഷിച്ചത്. അവിടെ മറ്റെന്തൊക്കെയോ ഉണ്ട്. വിറക് കത്തി കത്തി വെണ്ണീറായെങ്കിലും കത്താത്ത ചില സാധനങ്ങൾ അതിനകത്ത് കാണുകയാണ്. സംശയം തോന്നിയ മഹേഷ് ആ അടുക്കളയിൽ നിന്ന് ഒരു വലിയ തവി എടുത്തിട്ട് ആ ചാരത്തിൽ കത്താതെ കിടന്ന സാധനങ്ങളെ പതുക്കെ തൻ്റെ അടുത്തേക്ക് വലിച്ചെടുത്തു. ശരിക്കും അയാൾ ആ തവി കൊണ്ടിങ്ങനെ കോരി എടുക്കായിരുന്നു പറയാം. ആ ചാമ്പലിനൊപ്പമുള്ള കട്ടിയുള്ള പദാർത്ഥം ആ തവിയിൽ അയാളുടെ അടുത്തേക്ക് വന്നപ്പോൾ അയാളും കൂടുള്ള പോലീസും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ്. അത് എല്ലാണ്. മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ശൈലിയിൽ എല്ലാണ് ആ തവിക്കകത്ത് അവർക്ക് കിട്ടിയത്. അമ്പരപ്പിക്കുന്ന ആ കാഴ്ച സ്വാഭാവികമായിട്ടും നാട്ടുകാരുടെ ശ്രദ്ധയിലേക്കും വന്നു. എന്താ സാർ എന്താ? ആ ചോദ്യം നാട്ടുകാർ ചോദിച്ചതും മഹേഷ് അവരോട് പറഞ്ഞു, ഈ അടുപ്പിന്റെ അകത്ത് എല്ല് കിടക്കുകയാണ്. എല്ലോ? എന്തോ എല്ല് സാർ? അങ്ങനെ ഒരു ആള് ചോദിച്ചതും മഹേഷ് അയാളോട് പറഞ്ഞു, കൃത്യമായിട്ട് എന്താണെന്ന് അറിയില്ല, പക്ഷേ നമുക്ക് പരിശോധന വേണ്ടിവരും. മഹേഷ് ആ വിവരം ഉടൻ തന്നെ സർക്കിൾ ഇൻസ്പെക്ടറെ അറിയിച്ചു. പെട്ടെന്നാണ് പിന്നെ കാര്യങ്ങൾ നടക്കുന്നത്. ഏകദേശം ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡിവൈഎസ്പിയും സർക്കിൾ ഇൻസ്പെക്ടറും ഫോറൻസിക് ടീമും സംഭവ സ്ഥലത്തെത്തി. ഫോറൻസിക് ടീം ഡിവൈഎസ്പിക്കും സർക്കിൾ ഇൻസ്പെക്ടറൊപ്പം സംഭവ സ്ഥലത്തെത്തി. അവര് ആ അടുക്കളയിലെത്തി. ആ അടുക്കളയിൽ അവർ നടത്തിയ പരിശോധന അല്പസമയം കഴിഞ്ഞതും ഒരു കാര്യം റിവീൽ ചെയ്യുകയാണ്. ഡിവൈഎസ്പിയോടായി ഫോറൻസിക് വിഭാഗത്തിന്റെ ചുമതല വഹിക്കുന്ന ആൾ പറഞ്ഞു, സാർ ഈ എല്ലിൻ കഷ്ണങ്ങൾ മനുഷ്യരുടേതാണ്. മനുഷ്യൻ്റെതെന്നല്ല, മനുഷ്യരുടേതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്നിലധികം ആളുകളുടെ എല്ലിൻ കഷ്ണങ്ങൾ ആ അടുപ്പിനകത്തുണ്ട് എന്ന സൂചനയാണ് ആ ഫോറൻസിക് വിദഗ്ധൻ നൽകിയിരിക്കുന്നത്. ആ അടുപ്പിനകത്ത് മനുഷ്യന്റെ എല്ലിട്ട് ആരോ കത്തിച്ചിരിക്കുകയാണ്. ആ എല്ലിങ്ങനെ കത്തിപ്പടർന്നപ്പോൾ ഉണ്ടായ തീയിൽ ആ കലം നന്നായി ചൂടുപിടിച്ചിട്ടുണ്ട്. ആ കലത്തിനകത്ത് ഇനി അഥവാ വെള്ളം മറ്റോ ഉണ്ടായിരുന്നെങ്കിൽ അത് മുഴുവൻ ആവിയായി പോയിട്ടുണ്ടാകും. പക്ഷെ ആ ആവിയായി പോയെന്ന് പറയുമ്പോഴും ഒരു വിഷയമുണ്ട്. ആ പാത്രത്തിന്റെ അടപ്പ് മഹേഷ് കാണുന്ന സമയത്തും ആ കലത്തിന്റെ മുകളിലുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം അതിനകത്ത് ആവിയായിട്ട് വെള്ളം ചൂടായി പോയെങ്കിലും ആ അടപ്പിൽ തട്ടി നീരാവിയായിട്ട് കുറച്ച് വെള്ളമെങ്കിലും തിരിച്ചു വീഴണമെന്നാണ്. പക്ഷെ ഒരു തുള്ളി വെള്ളം പോലും ആ കലത്തിനകത്തുണ്ടായിരുന്നില്ല. അപ്പോൾ വെള്ളം വെച്ച് ചൂടാക്കിയിട്ടില്ല എന്നർത്ഥം. മറ്റെന്തോ അവിടെ സംഭവിച്ചിരിക്കുകയാണ്. പക്ഷെ കലത്തിന്റെ അടിയിൽ അടുപ്പിനകത്തുനിന്ന് ധാരാളം എല്ലും കഷ്ണങ്ങൾ കിട്ടുകയും ചെയ്തിരിക്കുകയാണ്. എന്താ സംഭവം? ശരിക്കും ഈ വീട്ടിൽ താമസിച്ചിരുന്ന ശാലിനിയും മകനും എങ്ങോട്ട് പോയി? ആ 2 ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയില്ലേ പറ്റൂ. ഫോറൻസിക് വിഭാഗം ഇതിനിടയിൽ ആ വീടും പരിസരവും പരിശോധിച്ചു തുടങ്ങി. ആ വീട്ടിലെ മുൻവശത്തെ വാതിലിൽ വിരലടയാളം ഉണ്ടോ എന്നുള്ള ഒരു അന്വേഷണമാണ് തുടക്കത്തിൽ അവർ നടത്തിയത്. അതോടൊപ്പം ആ അടുക്കള വാതിലുമൊക്കെ അവരുടെ പരിശോധനയ്ക്ക് വിധേയമാവുകയാണ്. എല്ലാ സ്ഥലത്തും പൊടിയിട്ട് അടയാളങ്ങൾ അവർ തിരിച്ചറിയുകയാണ്. ആ വീടിന്റെ പരിസരം ഇതിനിടയിൽ സമീപത്തുള്ള നാട്ടുകാരെ കൊണ്ട് ഏതാണ്ട് നിറഞ്ഞു എന്ന് പറയാം. 2 ദിവസമായി കാണാനില്ലാത്ത ശാലിനിയും മകനും എവിടേക്ക് പോയെന്ന് ആർക്കും ഒരു വിവരവുമില്ല എന്നതുകൂടി പെട്ടെന്നങ്ങ് പടർന്നിരിക്കുകയാണ്. അതേസമയത്ത് ശാലിനിയുടെ വീട്ടിലെ അടുപ്പിനകത്തുനിന്ന് ധാരാളം എല്ലിൻ കഷ്ണങ്ങൾ കിട്ടിയിരിക്കുകയാണ്. ആ എല്ലിൻ കഷ്ണങ്ങൾ കിടന്ന അടുപ്പിന്റെ മുകളിൽ ഒരു പാത്രം വെറുതെ ഇരിപ്പുണ്ടായിരുന്നു. ആ പാത്രത്തിനടിയിലാണെങ്കിൽ ഒരുപാട് കരി പറ്റി പിടിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പുറം ലോകം അറിയുന്നത്. ആളുകൾ ആ അറിഞ്ഞ കാര്യങ്ങൾ വെച്ച് പലതരത്തിലുള്ള കഥകളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പരത്തുന്ന ഒരു മെക്കാനിസമാണ് പിന്നീട് അവിടെ നടക്കുന്നത്. ആ അടുപ്പിനകത്ത് കണ്ട എല്ല് ആരുടേത്? അതിനൊരു ഉത്തരം വേണമല്ലോ. ആളുകൾ ഭാവനയ്ക്കനുസരിച്ച് കഥകൾ ഉണ്ടാക്കുകയാണ്. പല തരത്തിലുള്ള കഥകൾ പൊട്ടി മുളയ്ക്കപ്പെടുമ്പോൾ അവിടെ നിന്ന് കണ്ടെടുത്ത ആ എല്ലിൻ കഷ്ണങ്ങൾ ആരുടേതെന്ന് അറിയാനുള്ള DNA പരിശോധനയ്ക്ക് അതിനെ വിധേയമാക്കാനുള്ള തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടുണ്ട്. ആ എല്ലിൻ കഷ്ണങ്ങളിൽ നിന്ന് DNA വേർതിരിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ പറയുന്ന പോലെ എളുപ്പമല്ല. ആ എല്ലിൻ കഷ്ണങ്ങൾക്കകത്ത് മജ്ജ ഉണ്ടെങ്കിലേ ഈ പറഞ്ഞ പരിപാടി ശരിയായി നടക്കത്തുള്ളൂ. ആ മജ്ജയെല്ലാം കത്തി ഇല്ലാതായിരിക്കുകയാണ്. ആ കാര്യം തിരിച്ചറിഞ്ഞ ഫോറൻസിക് വിഭാഗം ആ വീടും പരിസരവും അങ്ങനെ കൃത്യമായി പരിശോധിച്ച് ഓരോരോ കാര്യങ്ങളായി രേഖപ്പെടുത്തി വരുമ്പോൾ അവരുടെ ശ്രദ്ധ അവിടെയുള്ള
അമ്മി കല്ലും ഇരിക്കുന്ന ഭാഗത്ത് പതിഞ്ഞു. അവിടെ ആ അമ്മി കല്ലും നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ വീടുകളിലെ സ്ത്രീകളൊക്കെ അമ്മിക്കല്ലും കഴുകി വൃത്തിയാക്കി വെക്കുന്ന പോലെ അത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിലും ആ അമ്മയുടെ സമീപത്ത് തറയിൽ, അതായത് ആ പ്ലാറ്റ്ഫോമിൽ ഫോറൻസിക് വിഭാഗത്തിന് ചില സാധനങ്ങളൊക്കെ കാണാൻ പറ്റി. എന്തോ ആ അമ്മിക്കല്ലിന്റെ പുറത്തുനിന്ന് തെറിച്ച് ആ അമ്മിക്കല്ലിന്റെ ചുറ്റുമായി വീണതിന്റെ ബാലൻസ് ഉള്ളത്. ആ അമ്മിക്കല്ലിന്റെ മുൻഭാഗമൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി തുടച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ആ അമ്മിക്കല്ലിന്റെ പുറകു ഭാഗത്തേക്ക് വീണതാണ്. അതവിടെ ഉണ്ട്. അത് വളരെ ശ്രദ്ധിച്ച് ഫോറൻസിക് ടീം കളക്ട് ചെയ്തു. ഇറച്ചിയുടെ ബാലൻസ് ആണത്. ഇറച്ചി ആരും അമ്മിക്കല്ലിൽ വെച്ച് സാധാരണ ഇതിൽ അരയ്ക്കാറില്ല. പക്ഷെ ഇവിടെ ആ അമ്മിക്കല്ലിന്റെ പുറത്ത് ആ ഇറച്ചി കഷ്ണത്തെ ഏതാണ്ട് ഉരുട്ടിയിരിക്കുന്നതിന്റെ ഒരു ലക്ഷണമാണ് കാണുന്നത്. ആ അമ്മിയും കല്ലും ഇറച്ചി അങ്ങനെ ഉരുട്ടാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്തൊക്കെയോ ഒരു അസ്വാഭാവികതയും ദുരൂഹതയും ഫോറൻസിക് ടീമിന് ആ സംഭവവുമായി കണക്ട് ചെയ്ത് തോന്നിയതും അവരവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കിയപ്പോൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന രക്തം അവിടെ ശ്രദ്ധയപ്പെട്ടു. അത് അവർ കണ്ടെത്തിയത് നീല നിറത്തുള്ള ഒരു ലിക്വിഡ് ഒഴിച്ചപ്പോഴാണ്. ഫോറൻസിക് വിഭാഗത്തിന്റെ ഒരു രീതി അതാണ്. സംശയമുള്ള മേഖലയിലേക്ക് ബ്ലൂ സ്റ്റാർ എന്ന ആ ലിക്വിഡ് അങ്ങനെ ഒഴിക്കുമ്പോൾ ഏതെങ്കിലും ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടെങ്കിൽ അത് തെളിഞ്ഞു വരും. അങ്ങനെയാണ് ആ അമ്മിക്കല്ലിന്റെ ചുറ്റുവട്ടത്ത് ബ്ലഡ് സ്റ്റെയിൻ ഉള്ളത് കണ്ടത്. അവിടെയുള്ള രക്തം എന്തിന്റെ സൂചനയാണ്? ഇനി എന്തെങ്കിലും ഇറച്ചി വാങ്ങിയിട്ട് ആ അമ്മിക്കല്ലിൽ വെച്ച് അരി വല്ലതും ചെയ്ത് കാണോ? അങ്ങനെ സംഭവിക്കാലോ. കഷ്ണം ചെറുതാക്കാനായിട്ട് ചിലപ്പോ വീട്ടമ്മമാര് അമ്മിക്കല്ല് ഉപയോഗിക്കും. അങ്ങനെ വല്ലതും ആണോ? അതൊരു സംശയമാണ്. എന്നാലും കല്ലിൽ വെച്ച് അരച്ചതിന്റെ ഒരു ലക്ഷണമുണ്ട്. അതിനകത്തും ചെറിയ അളവിലേക്ക് ആ കല്ലില് ഈ മാംസം പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. സാധാരണഗതിയിൽ വലിയ കഷ്ണത്തെ ചെറുതാക്കാനായിട്ട് ആ അമ്മിക്കല്ല് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇങ്ങനെ ആട്ടുന്ന പോലെ മാംസത്തെ ഉരുട്ടിയെടുക്കേണ്ട കാര്യം എന്തായാലും ഇല്ല. എവിടെയോ ഒരു വിഷയമുണ്ട്. എന്താണ് അതെന്ന് ചോദിച്ചാൽ ഫോറൻസിക്കാർക്ക് ഒരു പിടുത്തമില്ല. എന്തായാലും അവർ കിട്ടാവുന്ന കാര്യങ്ങളൊക്കെ അവിടെ ശേഖരിച്ചു. വിരൽ അടയാള വിദഗ്ധർ ഇതിനിടയിൽ കുറേയേറെ വിരൽ അടയാളങ്ങൾ അവിടെ ശേഖരിച്ചിട്ടുണ്ട്. ഈ സമയത്ത് പോലീസ് ശാലിനിയുടെ വെയർ ബോർഡ്സ് തിരക്കുകയാണ്. ശാലിനിയും മകനും അമ്മയുടെ വീട്ടിലേക്ക് പോയിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാരൊക്കെ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇരിട്ടിയിൽ ആ അമ്മ താമസിക്കുന്ന സ്ഥലത്ത് റേഞ്ചിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് അവർ നേരിട്ട് കിട്ടില്ല എന്ന് ഒരു വിവരം കൂടി പോലീസിന് കിട്ടിയതുകൊണ്ട് ഇരിട്ടി സ്റ്റേഷനിൽ വിവരം അറിയിച്ച് അവിടെ നിന്ന് കോൺസ്റ്റബിൾസിനെ ആ സ്ത്രീയുടെ അഡ്രസ്സിലേക്ക് അയപ്പിച്ചിരിക്കുകയാണ്. അവരുടെ റിപ്പോർട്ടിന് വേണ്ടി ശരിക്കും പോലീസ് വെയിറ്റ് ചെയ്യാണ്. ശാലിനിയും മകനും അവിടെ ഉണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കണം. അതിന് പുറമെ പോലീസ് ബന്ധപ്പെട്ടത് ശാലിനിയുടെ സഹോദരനെയും ശാലിനിയുടെ ഡിവേഴ്സ് ആയിപ്പോയ ഹസ്ബൻഡിനെയാണ്. അവർക്കും ശാലിനിയെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാമായിരിക്കണമല്ലോ. അവരൊക്കെ ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്താൻ DSP ആവശ്യപ്പെട്ടതനുസരിച്ച് അതിനുള്ള നടപടികൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ശാലിനിയുമായി കണക്ഷനുള്ള മുഴുവൻ ആളുകളെയും ആ വീടിന് മുന്നിൽ എത്തിക്കാനാണ് DYSPയുടെ റിപ്പോർട്ട്. DYSP ടീമും അവിടെ പുറത്തങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ഫോറൻസിക് വിഭാഗത്തിന്റെ പരിശോധനകൾ ഏതാണ്ട് പൂർത്തീകരിക്കപ്പെട്ടു. ഈ സമയത്ത് അവിടെ ഇരിട്ടിൽ നിന്ന് DYSPക്ക് റിപ്പോർട്ട് വന്നു. അവിടെ ശാലിനിയുടെ അമ്മയുടെ വീട്ടിലേക്ക് ശാലിനിയും മകനും ചെന്നിട്ടേയില്ല. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ശാലിനിയെ അവസാനമായി ഭാസ്കരൻ കാണുന്നത്. ശാലിനി റബ്ബർ വെട്ടിക്കഴിഞ്ഞ് വന്ന ഭാസ്കരന് ചായ കൊടുക്കുന്ന സമയത്താണ് ഭാസ്കരൻ അന്ന് ദിവസം ശാലിനിയെ കണ്ടത്. അതിനുശേഷം റബ്ബർ പാല് പാത്രത്തിനകത്തേക്ക് ഒഴിച്ചു വെക്കുന്ന സമയത്തും ശാലിനിയെ ഭാസ്കരൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊന്നും ശാലിനി എങ്ങോട്ടും പോകുന്ന കാര്യം ഭാസ്കരനോട് പറഞ്ഞിട്ടില്ല. പിറ്റേ ദിവസം റബ്ബർ വെട്ടിക്കഴിഞ്ഞ് ശാലിനിയെ കാണാതെ വരികയും പിന്നീട് പാലെടുത്ത് വന്നിട്ട് ഒഴിച്ചു വെക്കാൻ ശ്രമിച്ചപ്പോഴാണ് ശരിക്കും ഷീറ്റ് അടിച്ചിട്ടില്ല എന്ന കാര്യം ഭാസ്കരൻ മനസ്സിലാക്കുന്നതും ഭാസ്കരൻ ആ ഷീറ്റ് അടിച്ചിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഭാസ്കരൻ പറഞ്ഞപ്പോൾ പോലീസിന് അറിയാം. എന്ന് പറഞ്ഞാൽ ശാലിനി 2 ദിവസങ്ങളായി മിസ്സിംഗ് ആണ്. ശാലിനിയെയും കണ്ടിട്ടില്ല, മകനെയും ആരും കണ്ടിട്ടില്ല. ശാലിനിയും മകനെയും ആരും ഈ 2 ദിവസങ്ങൾക്കിടയിൽ കണ്ടിട്ടില്ല. ശാലിനിയുടെ അമ്മയുടെ വീട്ടിൽ അവരെത്തിയിട്ടുമില്ല. അവരെങ്ങോട്ട് പോയി? ശാലിനിയുടെ സഹോദരനും ഹസ്ബൻഡും വിവരം പറഞ്ഞ് ആ വീട്ടിലെത്തുമ്പോഴേക്കും സമയം ഏകദേശം വൈകിട്ട് 4 മണി കഴിഞ്ഞു. അവരോട് ശാലിനിയെ കുറിച്ച് പോലീസ് തിരക്കി. 2 പേർക്കും ശാലിനിയെ കുറിച്ച് ഒരു വിവരം അറിയില്ല. ഇടയ്ക്കൊക്കെ ശ്യാം വരാറുണ്ട്. ഇപ്പൊ ശ്യാം വന്നിട്ട് കുറെ നാളായി. സഹോദരൻ ശ്യാമിനോടും ഹസ്ബൻഡ് മദനോടും പോലീസ് ശാലിനിയെ കുറിച്ച് തിരക്കി തുടങ്ങി. മദൻ പോലീസിനോട് പറഞ്ഞു, സാർ, ഞാനും അവളും ഡിവേഴ്സ് ആയതിനു ശേഷം ഞാൻ അവളെ കോണ്ടാക്ട് ചെയ്യാറേയില്ല. പിന്നെ വർഷത്തിലൊരിക്കൽ മോനെ കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ അവളെ വിളിക്കും. അവൾ ഞാനും കൂടി സംസാരിച്ച് ഒരു സ്ഥലം ഫിക്സ് ചെയ്യും. അവിടെ അവൾ മോനെ കൊണ്ടുവരും. ഞാൻ അവനെ കാണും. ആ സമയത്താണ് ഞാൻ യഥാർത്ഥത്തിൽ അവളെ കാണുക. മദനൻ പറഞ്ഞ കാര്യത്തിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് പോലീസിന് അറിയണം. അത് മാത്രമല്ല,
ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മദനൻ എവിടെയായിരുന്നു എന്നും അറിയണം. ശാലിനിയും അതുപോലെ മകനും ഇപ്പോൾ മിസ്സിംഗ് ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അവരുടെ മിസ്സിങ്ങിൽ അവളുടെ മുൻ ഭർത്താവായ മദന് എത്രത്തോളം പങ്കുണ്ട്, അതാണ് പോലീസിന്റെ ചോദ്യം. മദനിന്റെ വെയർബോട്ട്സ് അവന്റെ മൊബൈൽ ഫോണിന്റെ ആ മൂവ്മെന്റിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ അവന്റെ കോൾ ഡാറ്റ റെക്കോർഡുകളും പോലീസിന് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരും. അതൊക്കെ ഒരു ഭാഗത്ത് നടത്താൻ DSP നിർദ്ദേശം കൊടുക്കുമ്പോഴേക്കും പോലീസ് ശ്യാമിനോടും കാര്യങ്ങൾ തിരക്കി. ശ്യാമ ഏതാനും ദിവസം മുമ്പ് അവിടെ വന്നിരുന്നു. അന്നാണ് അവൻ അവസാനമായി ശാലിനിയെ കണ്ടത്. അന്ന് പക്ഷേ ശാലിനി എങ്ങോട്ടെങ്കിലും പോകുന്നതിനെ കുറിച്ച് ശ്യാമിനോടൊന്നും പറഞ്ഞിട്ടില്ല. അവളുടെ ഹസ്ബൻഡിൽ നിന്ന് അവള് ഡിവോഴ്സ് വാങ്ങിയതിനു ശേഷം ശ്യാമും അമ്മയും ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാൻ വരാറുണ്ട്. ശ്യാമിനോട് സംസാരിക്കുമ്പോഴാണ് പോലീസിന് ഒരു കാര്യം മനസ്സിലായത്. ആ 2 നില വീടും ചുറ്റുവട്ടത്തുള്ള ആ 2 ഏക്കർ റബ്ബർ പുരയിടവും യഥാർത്ഥത്തിൽ മദനിൻ്റെതായിരുന്നു. മദനിൻ്റെതായിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് മദനന്റെ അമ്മയുടേതായിരുന്നു എന്നുള്ളതാണ്. മദനന്റെ അമ്മ മദനും ശാലിനിയും തമ്മിൽ വിവാഹബന്ധം വേർപെടുത്തിയപ്പോൾ ആ സ്വത്തുക്കൾ പൂർണ്ണമായും ശാലിനിയുടെ പേരിലേക്ക് എഴുതി വെക്കുകയായിരുന്നു. മദനൻ ശാലിനി ദമ്പതികൾക്കുള്ള ഏക മകന് ആ സ്വത്ത് കിട്ടാൻ അതല്ലാതെ വേറെ മാർഗമില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് മദന്റെ അമ്മ അങ്ങനെ ചെയ്തത്. അവരുടെ വിൽപ്പത്ര പ്രകാരം ആ സ്വത്ത് സ്വന്തമാക്കിയ ശാലിനി അവരുടെ മരണത്തിന് ശേഷം ആ വീട്ടിലായി താമസം. ശാലിനിയും ശാലിനിയുടെ അമ്മായിയമ്മയും ശാലിനിയുടെ മകനും ഒരുമിച്ച് ആ വീട്ടിൽ താമസിച്ചിരുന്നത്. അവരുടെ മരണം വരെ അവരവിടെ തന്നെ ഉണ്ടായിരുന്നു. അവര് മകനും മരുമകളും തമ്മിൽ വേർപിരിഞ്ഞപ്പോൾ മകനെ ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കി മരുമകൾക്കൊപ്പം ആ വീട്ടിൽ കൂടുകയായിരുന്നു എന്നുള്ളത് കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അത് എന്ന ചോദ്യം സ്വാഭാവികമായും ശ്യാമിനോട് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ശ്യാം പറഞ്ഞു, സാറേ, ഈ മദനന്റെ സ്വഭാവം അത്ര ശരിയൊന്നുമല്ല. അയാൾക്ക് വേറെ സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ശാലിനി അയാളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്. അത് മദന്റെ അമ്മയ്ക്കും അറിയാം. മദന്റെ അമ്മയ്ക്ക് മദനന്റെ ആ വഴിവിട്ട പോക്കിനെ കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണ് സ്വത്തുക്കൾ ചെറുമകന് കിട്ടാൻ വേണ്ടി മരുമകളുടെ പേരിലേക്ക് എഴുതി വെച്ചത്. അക്കാര്യം വ്യക്തമാക്കിയ ശ്യാം പോലീസിനോട് ഒരു കാര്യം കൂടെ പറഞ്ഞു. സാറേ, ആ വിൽപ്പത്രത്തിൽ ഒരു വിഷയമുണ്ട്. സാർ, ആ വിൽപ്പത്രത്തിൽ ഒരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? സാർ, ശാലിനിയുടെ കാലശേഷം മകനിലേക്ക് സ്വത്ത് വരത്തക്ക രീതിയിലല്ല അത് എഴുതിയിരിക്കുന്നത്. അത് ശാലിനിയുടെ ഹസ്ബൻഡായ മദന് ടേക്ക് ഓവർ ചെയ്യാൻ കഴിയുന്ന ശൈലിയിലാണ് എഴുതിയിരിക്കുന്നത്. മദന്റെ അമ്മയ്ക്ക് വളരെ വ്യക്തമായ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അവരുടെ ചെറുമകന് ആ സ്വത്ത് കിട്ടണം. അതാണ് ആ വിൽപ്പത്രത്തിന്റെ ബേസ്. ആ സ്വത്ത് നോക്കി നടത്താനുള്ള അധികാരമാണ് യഥാർത്ഥത്തിൽ ശാലിനിക്കുള്ളത്. ശാലിനിയുടെ മകന്റെ പേരിലാണ് സ്വത്തെന്ന് വേണമെങ്കിൽ പറയാം. ശാലിനി ഇല്ലാണ്ടായാൽ ആ സ്വത്ത് നോക്കി നടത്താനുള്ള അധികാരം ശാലിനിയുടെ മുൻ ഹസ്ബൻഡായ മദന് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അങ്ങനെയാണ് മദന്റെ അമ്മ ആ വിൽപ്പത്രം എഴുതിയിരിക്കുന്നത്. വളരെ കൗതുകകരമായ ഒരു വിൽപ്പത്രം. അങ്ങനെയാണ് പോലീസിന് ശ്യാം പറഞ്ഞത് കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ തോന്നുന്നത്. ശ്യാം പറഞ്ഞ കാര്യം DOSPയോട് SI മഹേഷ് റിപ്പോർട്ട് ചെയ്തപ്പോൾ DOSPയും സർക്കിൾ ഇൻസ്പെക്ടറും മഹേഷും മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥരും അടങ്ങിയ ടീം ആ വിഷയം സീരിയസ് ആയി ചർച്ച ചെയ്യുകയാണ്. ശാലിനി ഇല്ലാണ്ടായാൽ ആ സ്വത്തുക്കൾ ഓട്ടോമാറ്റിക്കായി മദനിലേക്ക് ചെല്ലും. യഥാർത്ഥത്തിൽ മദനൻ ശാലിനിയുടെ ഡിവോഴ്സ് ചെയ്യപ്പെട്ട ഹസ്ബൻഡുമാണ്. എന്നിരുന്നാൽ പോലും ആ സ്വത്തുക്കൾ അയാൾക്ക് തന്നെ വരത്തക്ക രീതിയിലാണ് വിൽപ്പത്രം മദന്റെ അമ്മ എഴുതിയിരിക്കുന്നത്. മദന് പക്ഷേ ആ സ്വത്ത് വിൽക്കാൻ പറ്റില്ല. ആ സ്വത്ത് പൂർണ്ണമായും മദന്റെ മകന് അവകാശപ്പെട്ടതാണ്. വളരെ ബുദ്ധിപൂർവ്വം കുരുക്കുകളിട്ടാണ് മദന്റെ അമ്മ ആ വിൽപ്പത്രം തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷേ ശാലിനി ഇല്ലാണ്ടായാൽ ആ സ്വത്തുമായി ബന്ധപ്പെട്ട എല്ലാ അധികാരവും മദന് ലഭിക്കുമെന്നുള്ള ആ ക്ലൂ ഒരു വല്ലാത്ത ക്ലൂ ആണ്. ആ ക്ലൂ ഇംപ്ലിമെന്റ് ചെയ്യാനായി ശാലിനിയെ മദനൻ ഒഴിവാക്കിയോ. അയാളുടെ വീട്ടിൽ നിന്നാണ് അയാൾ പുറത്തായത്. അയാളുടെ അമ്മ അയാൾ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയായിരുന്നു. അതിനുശേഷമാണ് ആ സ്വത്തിന്റെ അധികാരം മുഴുവൻ ശാലിനിലേക്ക് അവർ കൈമാറ്റം ചെയ്യുന്നത്. ശരിക്കും മദനെ പോലുള്ള ഒരു ചെറുപ്പക്കാരന് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല ആ വിൽപ്പത്രത്തിലെ വാചകങ്ങൾ. തന്നെ ഒഴിവാക്കി തന്റെ ഭാര്യയ്ക്ക് സ്വത്തുക്കൾ കൊടുത്ത അമ്മയോട് തർക്കിക്കാൻ മദൻ എന്തായാലും പറ്റില്ല. അതുകൊണ്ടാണ് അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മദനൻ ആ വിഷയത്തിൽ ഇടപെടാതിരുന്നത്. അമ്മ മരിച്ചപ്പോൾ സ്വത്ത് ഓട്ടോമാറ്റിക്കായി ശാലിനിയിലെത്തി. ശാലിനി ഇല്ലാണ്ടായാൽ സ്വത്തുക്കളുടെ അധികാരം മദനിലേക്ക് വരും. അത് മദനെ ശാലിനിയെ ഇല്ലാതാക്കാൻ പ്രേരിപ്പിച്ച് കാണുമോ? ആ ഒരു ചോദ്യമാണ് പോലീസ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തായാലും ആ വീട്ടിലെ പരിശോധന കഴിഞ്ഞപ്പോൾ ശാലിനിയെ കുറിച്ചുള്ള ഒരു വിവരവും ഇല്ലാത്ത പോലീസ് അക്ഷരാർത്ഥത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ്. ശരിക്കും ഇപ്പോൾ അവരെ എന്താണ് അന്വേഷിക്കേണ്ടത്? ശാലിനിയുടെയും മകന്റെയും മിസ്സിംഗ് കേസാണോ, അതോ ശാലിനിയെ ഈ മദനൻ വകവരുത്തിയതാണോ അന്വേഷിക്കേണ്ടത്? ശാലിനിയെ മദൻ വകവരുത്തിയാലും മോൻ അയാളുടെ സ്വന്തമല്ലേ?
അയാളുടെ മകനെ അയാൾ എന്തായാലും കൊല്ലത്തില്ല. അയാളുടെ മകനെ അയാൾ ഇവിടെ ഒളിപ്പിച്ചാണ്. പോലീസ് വളരെ രഹസ്യമായിട്ട് മദന്റെ മൂവ്മെന്റ്സ് നിരീക്ഷിച്ചു തുടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിലെ മദന്റെ വയർബോട്ട്സ് പോലീസ് കളക്ട് ചെയ്ത് തുടങ്ങിയാണ്. മദൻ ആരെയൊക്കെ കണ്ടു, ആരെയൊക്കെ വിളിച്ചു, എവിടെയൊക്കെ പോയി, ഏത് സമയത്ത് ഏത് സ്ഥലത്ത് എത്ര നേരം ഉണ്ടായിരുന്നു, എല്ലാ വിവരങ്ങളും പോലീസ് അറിഞ്ഞേ പറ്റും. മദനൻ വളരെ പ്രധാനപ്പെട്ട ഒരു സസ്പെക്റ്റാണ്. പക്ഷേ അയാളെ കൃത്യമായിട്ടും എന്ത് വിഷയവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യണം എന്നുള്ള കാര്യം പോലും ഇപ്പോഴും ക്ലിയർ അല്ല. എന്തായാലും പോലീസ് മദനെ കുറിച്ചുള്ള വിവരങ്ങൾ അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ ദിവസം ഇങ്ങനെ കടന്നു പോവുകയാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിവേഗം ഒരു റിസൾട്ട് പോലീസിനെ തേടിയെത്തി. അത് ലാബിൽ നിന്നുള്ള റിസൾട്ടാണ്. ഫോറൻസിക് വിഭാഗം കളക്ട് ചെയ്ത രക്തവും അതുപോലെ ആ മാംസവും ഒക്കെ ഇതിനിടയിൽ ലാബുകാർ അനലൈസ് ചെയ്ത് DNA പ്രൊഫൈലുകൾ ഉണ്ടാക്കി കഴിഞ്ഞു. ആ DNA പ്രൊഫൈലുകൾ റെഡിയാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊരു സംശയം നേരത്തെ പോലീസിനുണ്ടായിരുന്നു. ആ എല്ലിൻ കഷ്ണങ്ങൾക്ക് അകത്തുള്ള മജ്ജ മുഴുവൻ വെന്ത് വെണ്ണീറായി പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ആ എല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു DNA പ്രൊഫൈൽ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പോലീസ് വിശ്വസിച്ചിരിക്കുമ്പോഴാണ് ആ അമ്മിക്കലിന്റെ ചുറ്റും നിന്ന് കളക്ട് ചെയ്ത ആ രക്തവും മാംസവും ഒക്കെ ഇപ്പൊ ഇതാ പോലീസിന് ഒരു തെളിവായി മാറിയിരിക്കുന്നത്. ശാലിനിയുമായി ആ DNA പ്രൊഫൈലുകൾക്ക് ബന്ധമുണ്ടോ എന്ന് അറിയണം. ഇപ്പോൾ 2 DNA പ്രൊഫൈലാക്കിയിട്ടിരിക്കുന്നത്. കാണാതെ പോയിരിക്കുന്നതും 2 പേരെയാണ്. 2 DNA പ്രൊഫൈൽ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം പോലീസ് ആലോചിച്ചതും ആ കാര്യമാണ്. ശാലിനിയും മകനെയുമാണ് കാണാതായിരിക്കുന്നത്. ഇനി അവരുടെ DNA പ്രൊഫൈൽ വല്ലതും ആണോ ഇത്? പക്ഷെ അത് അറിയണമെങ്കിൽ ശാലിനിയുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും DNA പ്രൊഫൈൽ തയ്യാറാക്കി അതിനെ ഉപയോഗിച്ച് അവിടെയുള്ള ആ 2 പ്രൊഫൈലും അനലൈസ് ചെയ്യണം. ശാലിനിയുടെ അമ്മയുടെ DNA പ്രൊഫൈലാണ് തുടർന്ന് പോലീസ് തയ്യാറാക്കിപ്പിച്ചത്. ആ DNA പ്രൊഫൈൽ തയ്യാറാക്കി കഴിഞ്ഞതും അത് മാച്ച് ചെയ്തപ്പോൾ അക്കാര്യം വ്യക്തമായി. അതിലൊന്ന് ശാലിനിയുടേതും മറ്റൊന്ന് ശാലിനിയുടെ മകൻ്റേതുമാണ്. ആ അമ്മിക്കലിന് ചുറ്റുമായി കിടന്ന രക്തത്തുള്ളികളും ചെറിയ മാംസകഷ്ണങ്ങളും യഥാർത്ഥത്തിൽ ശാലിനിയുടേതും അതുപോലെ ശാലിനിയുടെ മകൻ അശ്വിൻ്റേതുമാണ്. ശാലിനിയുടെയും അശ്വിൻ്റെയും മാംസകഷ്ണങ്ങളിൽ നിന്നും രക്തത്തിൽ നിന്നുമാണ് ഈ വിവരം പോലീസ് ശേഖരിച്ചിരിക്കുന്നത്. ശരിക്കും അവർക്ക് എന്തു പറ്റി? അതൊരു ചോദ്യമാണ്. എന്തായാലും അവരുടെ 2 പേരുടെയും രക്തവും മാംസവും ആ അമ്മിക്കലിന് ചുറ്റുമായി ഉണ്ടായിരുന്നു. ആ അമ്മിക്കലിന് ചുറ്റുമായി അവരുടെ രക്തവും മാംസവും എങ്ങനെ വരും? അതിനുള്ള സാധ്യത എങ്ങനെയാണ്? എന്നാലും ആ 2 പേരെ കുറിച്ച് ഒരു വിവരവും പോലീസിനില്ല. ആ വീട്ടിൽ വെച്ച് ശാലിനിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി എന്നുള്ള കാര്യമൊക്കെ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കോൾ ഡേറ്റ റെക്കോർഡുകളും മറ്റ് മൊബൈൽ ടവർ ലൊക്കേഷനും ഒക്കെ പോലീസ് എടുത്തെങ്കിലും അതൊന്നും തന്നെ ശാലിനിലേക്ക് പോലീസിനെ എത്തിക്കുന്നതേയില്ല. ശുദ്ധശൂന്യതയിൽ ശാലിനി അപ്രത്യക്ഷമായിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ശാലിനിയുടെ രക്തവും മാംസവും അവിടെ ആ അമ്മിക്കലിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. അതുപോലെ അശ്വിൻ്റെതും. പോലീസിന് മുന്നോട്ട് പോകാൻ പറ്റാതെ വന്നെങ്കിലും പോലീസിന് മുന്നിൽ മദനുണ്ടല്ലോ. പോലീസ് മദനെ പൊക്കി ചോദ്യം ചെയ്തു തുടങ്ങി. മദനൻ ശാലിനിയും മകനെയും അവസാനിപ്പിച്ചതാണ് എന്നാണ് പോലീസിന്റെ ഭാഷ്യം. പക്ഷെ എത്ര ചോദ്യം ചെയ്തിട്ടും മദനൻ കുറ്റമയക്കുന്നില്ല. മദന്റെ എല്ലാ വെയർബോട്ട്സും പോലീസ് നോക്കിയായിരുന്നു. ഈ പറയുന്ന ദിവസം ഈ സംഭവം നടന്നു എന്ന് പോലീസ് വിശ്വസിക്കുന്ന ആ ബിൽഡിങ്ങിലേക്ക് മദൻ എത്തിയതിന്റെ തെളിവ് മാത്രം പോലീസിനോട് കിട്ടുന്നില്ല. മദനെ ശരിക്കും ബുദ്ധിയുള്ള ആളാണ്. അയാള് മൊബൈൽ ഫോണൊക്കെ പോലീസ് ഫോളോ ചെയ്യാൻ സാധ്യതയുള്ള സംഭവങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ തെളിവ് മനഃപൂർവ്വം ഒഴിവാക്കിയിരിക്കാനും സാധ്യതയുണ്ട്. അയാൾ ഒരു അലിബി ഉണ്ടാക്കിയിരിക്കും. അയാളുടെ വീട്ടിൽ തന്നെ മൊബൈൽ വെച്ചിട്ട് രാത്രിയിൽ അയാൾ ഇവിടെ എത്തി ശാലിനിയും മകനെയും കൊന്നതാണെങ്കിലും പോലീസിന്റെ ആ കഥ പക്ഷേ മദൻ അങ്ങോട്ട് ഏൽക്കുന്നില്ല. 14 ദിവസമാണ് മദൻ പോലീസ് കസ്റ്റഡിയിലായിരുന്നത്. 14 ദിവസം നിരന്തരമായി ചോദ്യം ചെയ്തിട്ടും മദനിൽ നിന്ന് ഒരു വിവരവും കിട്ടാതെ വന്നതും കോടതി മദന് ജാമ്യം അനുവദിച്ചു. ഈ സമയത്ത് ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ നാട്ടിൽ രൂപപ്പെട്ട് കഴിഞ്ഞു. ശാലിനിക്കും മകനും എന്ത് സംഭവിച്ചുവെന്ന് ജനത്തിന് അറിഞ്ഞേ പറ്റൂ. ഭാസ്കരനും ജോർജും ഉൾപ്പെടെ എല്ലാ ആളുകളും ആ കൗൺസിലിന്റെ ഭാഗമായിട്ടുണ്ട്. ശരിക്കും അവർക്ക് എന്താ സംഭവിച്ചത് അതാണ് അവർക്ക് അറിയേണ്ടത്. ഈ സമയത്താണ് ഒരു റിട്ട് പെറ്റീഷനുമായി മദനൻ കോടതിയിലെത്തുന്നത്. മദന്റെ അമ്മ എഴുതിയിരിക്കുന്ന വിൽപത്രം അനുസരിച്ച് ആ സ്വത്ത് കൈകാര്യം ചെയ്യാനുള്ള അവകാശം ഇപ്പോൾ മദനാണ്. ആ സ്വത്ത് സ്വന്തം മകന് വേണ്ടി സൂക്ഷിക്കാൻ മദൻ ബാധ്യസ്ഥനാണ്. പക്ഷേ സ്വത്തിപ്പോ പോലീസിന്റെ കൈവശം ഇരിക്കുന്നത്. പോലീസ് ആ ക്രൈം സീനിന്റെ ഭാഗം വേണമെങ്കിൽ ലോക്ക് ചെയ്യാം, ബാക്കി ഭാഗം ഉപയോഗിക്കാൻ മദനെ വിട്ടുകൊടുക്കേണ്ടതാണ്. അതുപോലെ ചുറ്റുവട്ടത്തുള്ള ആ റബ്ബർ എസ്റ്റേറ്റ്, അവിടെ റബ്ബർ വെട്ടേണ്ടതുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് മദൻ കോടതിയെ സമീപിച്ചത്. കോടതി ആ കേസുമായി ബന്ധപ്പെട്ട വിചാരണയിലേക്ക് കടക്കുമ്പോൾ ആ കേസിൽ കക്ഷി ചേർത്തുകൊണ്ട്
ശ്യാമും കൂടി രംഗത്ത് വന്നു. ശ്യാമിന്റെ സഹോദരിയാണല്ലോ മിസ്സായിരിക്കുന്ന ശാലിനി. ശ്യാം ഒരു റെക്കോർഡ് കോടതിയിൽ സബ്മിറ്റ് ചെയ്തു. ആ റെക്കോർഡ് ഒരു പ്രമാണമാണ്. ആ പ്രമാണത്തിലെ വിവരം വളരെ ലളിതമാണ്. മദനൻ തനിക്ക് വിട്ടു നൽകണമെന്ന് പോലീസിനോട് ആവശ്യപ്പെടുന്ന ആ സ്വത്ത് യഥാർത്ഥത്തിൽ ഇപ്പോ ശ്യാമിന്റെ പേരിലാണ്. ശ്യാമാണ് അതിന്റെ അവകാശി. ശ്യാമിന് ആ അവകാശം എഴുതി കൊടുത്തതോ അവന്റെ സഹോദരി ശാലിനിയാണ്. ശാലിനി എഴുതി കൊടുത്തിരിക്കുന്ന ആ വിൽപത്രം സ്വാഭാവികമായിട്ടും കോടതിയുടെ നിരീക്ഷണത്തിലേക്ക് വന്നു. ശാലിനി ഒരു സമ്മതപത്രമാണ് എഴുതിയിരിക്കുന്നത്. തന്റെ കാലശേഷം ആ സ്വത്തുക്കൾ പൂർണ്ണമായും ശ്യാമിന്റെ അധികാരത്തിലേക്ക് വരും. ശ്യാമാണ് പിന്നീട് ശാലിനിയുടെ മകനെ നോക്കേണ്ടത്. തന്റെ ഭർത്താവായ മദനൻ എന്തെങ്കിലും കുഴപ്പം കാണിക്കുമെന്ന് പേടിയുള്ളത് കൊണ്ട് ശാലിനി സഹോദരന്റെ പേർക്ക് ആ സ്വത്ത് എഴുതി വെച്ചതാണ്. ശ്യാമിന്റെ അഡ്വക്കേറ്റ് ആ കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തി. ശരിക്കും മദനൻ കൊണ്ടുവന്നിരിക്കുന്നത് അവന്റെ അമ്മ എഴുതിയ വിൽപത്രമാണ്. ശ്യാം കൊണ്ടുവന്നിരിക്കുന്നത് ശാലിനി എഴുതിയിരിക്കുന്ന വിൽപത്രമാണ്. ആ രണ്ട് വിൽപത്രങ്ങളും കോടതിയിൽ എത്തിയതും കൂടുതൽ വിശദമായ അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനായി കോടതി പോലീസിന് റിപ്പോർട്ട് കൊടുത്തു. കാരണം ശാലിനിയുടെയും മകന്റെയും അപ്രത്യക്ഷ മകലാണ്. അവരെവിടേക്ക് പോകുന്ന ആർക്കും ഒരു വിവരവുമില്ല. ആ വിവരങ്ങൾ മദന്റെ റിട്ട് പെറ്റീഷനിൽ സൂചിപ്പിക്കുന്നുണ്ട്. മദന്റെ ഡിവേഴ്സായ ഭാര്യയും മകനും എവിടെയാണെന്ന് അറിയാത്തത് കൊണ്ട് സ്വത്തുക്കൾ കൈകാര്യം ചെയ്ത് തന്നെ അനുവദിക്കണമെന്നാണല്ലോ മദന്റെ ആവശ്യം. ശ്യാം അത് ശാലിനി എഴുതി കൊടുത്ത വിൽപത്രത്തിലൂടെ തടുക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് പോലീസിനോട് കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ കോടതി ആവശ്യപ്പെട്ടത്. ആ ആവശ്യം സ്വാഭാവികമായിട്ടും ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ആ അന്വേഷണ ടീമിന്റെ മുന്നിലെത്തി. ശാലിനിയും മകനും അപ്രതീക്ഷിതമായി മിസ്സായിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ കോടതിയുടെ ഈ ആവശ്യം. ആ റിപ്പോർട്ടും ആ കാര്യങ്ങളൊക്കെ വായിച്ചപ്പോൾ ഡിവൈഎസ്പി ഒരു സംശയം ഉന്നയിച്ചു. അല്ല, ഇവിടെ ഈ രണ്ടാളുകളുടെയും ആവശ്യങ്ങൾക്ക് ഒരേ തരത്തിലുള്ള സ്വാഭാവികതയാണ് ഉള്ളത്. ശാലിനി മരണപ്പെട്ടാൽ സ്വത്തുക്കൾ മദന്റെ പേരിലേക്ക് വരണമെന്ന് തീരുമാനിച്ചത് മദന്റെ അമ്മയാണ്. എന്നാൽ താൻ മരണപ്പെട്ടാൽ സ്വത്തുക്കൾ മദന്റെ പേരിൽ വരാതിരിക്കാനാണ് ശാലിനി സഹോദരനായ ശ്യാമിന്റെ പേരിലേക്ക് അത് എഴുതിയിരിക്കുന്നത്. രണ്ടിടത്തും കോമൺ ആയി വരുന്നത് ശാലിനിയുടെ മരണമാണ്. ശാലിനി മരണപ്പെട്ടാൽ സ്വത്തുക്കൾ തന്റെ പേരിലേക്ക് വരുമെന്ന് അറിയാവുന്ന ആളാണ് മദനൻ. അതേപോലെ അതറിയാവുന്ന ആളാണ് ശ്യാം. നമ്മളിപ്പോ സംശയിക്കുന്ന മദനെയാണ്. ശരിക്കും ശ്യാം സഹോദരിയെ തട്ടിയതാണെങ്കിലും ഡിവൈഎസ്പി വളരെ കാഷ്വലായിട്ടാണ് ആ ചോദ്യം ചോദിച്ചത്. ഒരു സാധ്യത മാത്രമല്ല, മറ്റൊരു സാധ്യത ഉണ്ടെന്നാണ് ഡിവൈഎസ്പിയുടെ ആ ഡയലോഗിന്റെ അർത്ഥം. ഡിവൈഎസ്പി ഉന്നയിച്ച സംശയം സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഹീറ്റഡ് ഡിസ്കഷന് വിധേയമാവുകയാണ്. അവരെ ഇതുവരെയും ഒരേ ഒരാളെയാണ് പ്രതിയായി കണ്ടത്. ഇപ്പൊ ഇതാ ഡിവൈഎസ്പി മറ്റൊരാളെ കൂടി പ്രതിയായി കാണുകയാണ്. ശ്യാം ആദ്യമായി പോലീസിന്റെ റഡാറിലേക്ക് കടന്നു. ഡിവൈഎസ്പി അവരോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ശ്യാമിന്റെ ആ വിൽപത്രം നമുക്ക് ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കണം. അമ്മ മരിച്ചുപോയെങ്കിലും അമ്മ എഴുതിയ ആ വിൽപത്രത്തിലെ ആ ധാരണയെ തിരുത്തി കുറിച്ചുകൊണ്ട് ശാലിനി ഒരു വിൽപത്രം എഴുതുമെന്നുള്ളത് എത്രത്തോളം വാസ്തവമാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. മദന്റെ അമ്മ ജീവിച്ചിരിക്കുന്ന സമയത്താണ് സ്വത്തുക്കൾ ശാലിനി മരിച്ചാൽ മദന് ചെല്ലണമെന്ന് എഴുതുന്നത്. ആ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ശാലിനി അമ്മയുടെ ആ വിൽപത്രത്തിലെ ആ ആഗ്രഹം ഒഴിവാക്കാൻ ഒരു വിൽപത്രം ചമച്ചുവെന്നാണ് ശ്യാം പറയുന്നത്. അത് എത്രത്തോളം വാസ്തവമാണെന്നാണ് ഇനി കണ്ടെത്തേണ്ടത്. അത് വാസ്തവമാണെങ്കിൽ സ്വാഭാവികമായിട്ടും വീണ്ടും മദനിലേക്ക് കേസെത്തും. വാസ്തവമല്ലെങ്കിൽ ശ്യാം കള്ള വിൽപത്രം ഉണ്ടാക്കിയെന്ന് പറയേണ്ടി വരും. പോലീസിന് ഇപ്പോൾ കഥ മനസ്സിലാവുന്നുണ്ട്. അതിനുവേണ്ടി ശ്യാമിനോട് വിൽപത്രത്തിന്റെ ഒറിജിനൽ പോലീസിന് മുന്നിൽ ഹാജരാക്കാൻ പോലീസ് ഉത്തരവിട്ടു. അങ്ങനെയാണ് ശ്യാം ആ വിൽപത്രവുമായിട്ട് സ്റ്റേഷനിലേക്ക് വരുന്നത്. വിൽപത്രവുമായി സ്റ്റേഷനിലെത്തിയ ശ്യാമിന്റെ കയ്യിൽ നിന്ന് വിൽപത്രം ഏറ്റുവാങ്ങിയ മഹേഷ് ശ്യാമിനോട് പറഞ്ഞു, ശ്യാം, ഞാനിപ്പോ ഒരു റെസിപ്റ്റ് നൽകാം. വിൽപത്രം ഞങ്ങളുടെ കൈവശമുണ്ട് എന്നുള്ളതിന്റെ റെസിപ്റ്റ് ഇപ്പൊ നൽകുന്നത്. 2 ദിവസം കഴിയുമ്പോൾ ഈ റെസിപ്റ്റ് മടക്കിക്കൊണ്ടുവന്നാൽ വിൽപത്രം മടക്കി തരാം. ഞങ്ങൾക്ക് ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കേണ്ടതുണ്ട്. കോടതി ആവശ്യപ്പെട്ട അനുസരിച്ച് ആ ഡോക്യുമെന്റ് തയ്യാറാക്കാൻ ഈ ഒറിജിനൽ ഡോക്യുമെന്റ് തന്നെ വേണമെന്ന് രജിസ്ട്രാർ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ മഹേഷ് പറഞ്ഞപ്പോൾ ശ്യാം ആ വിൽപത്രം മഹേഷിന് ഹാൻഡ് ഓവർ ചെയ്തു. ശ്യാം പോയി കഴിഞ്ഞതും ആ വിൽപത്രത്തെ പോലീസ് ഈ കൈയക്ഷരം പരിശോധിക്കുന്ന ഒരു ടീമിന്റെ അടുത്തെത്തിച്ചു. അവർ നേരത്തെ തന്നെ പോലീസ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അവര് ശ്യാം പോലീസിന് ഹാൻഡ് ഓവർ ചെയ്ത ആ വിൽപത്രം പരിശോധിച്ചു തുടങ്ങി. ഇലക്ട്രോസ്റ്റാറ്റിക് ഡിറ്റക്ഷൻ അപ്പാരറ്റസ് എന്ന ഒരു ഉപകരണമുണ്ട്. ആ ഉപകരണം ഉപയോഗിച്ച് നമ്മുടെ കൈയക്ഷരം പരിശോധിക്കുമ്പോൾ അതിലൂടെ പല കാര്യങ്ങളും പുറത്തു വരും. നമ്മൾ എത്ര ബലം കൊടുത്താണ് എഴുതുന്നത് എന്ന് പോലും ആ ഉപകരണം വഴി അറിയാൻ പറ്റും. നമ്മൾ പേന ഉപയോഗിക്കുമ്പോൾ ആ പേനയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മഷി പേപ്പറിൽ പതിയുമല്ലോ. ആ മഷി പതിഞ്ഞിരിക്കുന്നതിന്റെ അളവ് പോലും അളന്നെടുക്കാൻ പറ്റും.
അങ്ങനെ അളന്നെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ കൂടി അവിടെ തീരുമാനിക്കപ്പെടുകയാണ്. നമ്മൾ സാധാരണ എഴുതുമ്പോൾ കാഷ്വലായി എഴുതിയിരിക്കുകയാണോ, നമ്മളെ കൊണ്ട് ബലം പ്രയോഗിച്ച് എഴുതിപ്പിച്ചതാണോ എന്നാണ് അറിയാൻ കഴിയുക. അത് ഒരു വലിയ സംഭവമാണ്. ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഡിറ്റക്ഷൻ അപ്പാരറ്റസ് ഒരു അടിപൊളി ഉപകരണമാണ്. ആ ഉപകരണത്തിന്റെ സഹായത്തോടുകൂടി ആ കൈയെഴുത്ത് പരിശോധിക്കുന്ന എക്സ്പെർട്ടുകൾ ശ്യാം കൊണ്ടുവന്ന ആ വിൽപത്രം പരിശോധിച്ചു തുടങ്ങി. ആ വിൽപത്രത്തില് ലെറ്റേഴ്സ് ആണ് ആദ്യം അവർ പരിശോധിച്ചത്. ആ ലെറ്റേഴ്സ് ശരിക്കും വലിപ്പമുള്ളതാണ്, അതേസമയത്ത് ഇത് വളഞ്ഞും പുളഞ്ഞുമാ കിടക്കുന്നത്. അതിനു പുറമെ ആ ഒപ്പും അവർ പരിശോധിച്ചു. ഒപ്പ് വളരെ ശ്രദ്ധിച്ചിട്ടിരിക്കുകയാണ്, വളരെ സാവധാനം, ഒരു തരത്തിലും തെറ്റാത്ത ശൈലിയിൽ ശ്രദ്ധിച്ച് ഇട്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ ഒപ്പിടുമ്പോൾ അതിനൊരു വേഗതയുണ്ട്, എന്നാൽ മറ്റൊരാളുടെ ഒപ്പ് നമ്മൾ ഇടുകയാണെങ്കിലോ നമ്മൾ വളരെ ശ്രദ്ധിച്ചല്ലേ ഇടത്തുള്ളൂ. ആ ശ്രദ്ധ ഈ ഒപ്പിടുന്ന ആക്ടിവിറ്റിയിൽ കടന്നിട്ടുണ്ടെന്നാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഡിറ്റക്ഷൻ അപ്പാരറ്റസ് ഉപയോഗിച്ച് ആ എക്സ്പെർട്ടുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ശ്യാം കൊണ്ടുവന്ന ആ വിൽപത്രം വളരെ ശ്രദ്ധിച്ച് എഴുതിയിരിക്കുകയാണ്. അതിനേക്കാളേറെ ശ്രദ്ധയോടുകൂടിയാണ് ആ സിഗ്നേച്ചർ ഇട്ടിരിക്കുന്നത്. സാധാരണ നമ്മൾ എഴുതി പോകുമ്പോൾ കുത്തിടേണ്ട സ്ഥലത്ത് കുത്തിടും, കോമ ഇടേണ്ട സ്ഥലത്ത് കോമ ഇടും. പക്ഷെ അത് നമ്മൾ മനഃപൂർവ്വം ഇടാൻ ശ്രമിക്കുമ്പോഴോ നമ്മൾ പോലും അറിയാതെ ആ കറുപ്പിന്റെ അളവങ്ങ് കൂടും. അവിടെ ഒരു കുത്ത് വേണമല്ലോ, നമ്മൾ കുത്തിട്ട് നന്നായി കറുപ്പിക്കും, കോമയെ അതുപോലെ കറുപ്പിക്കും. അതായത് മറ്റൊരു വിൽപത്രത്തെ നോക്കി എഴുതുമ്പോൾ അതിനകത്ത് കണ്ട കാര്യങ്ങളൊക്കെ അതേപോലെ ആവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില കുഴപ്പങ്ങളാണ്. അത് ഈ ശ്യാം കൊണ്ടുവന്ന ശാലിനി എഴുതിയ ആ വിൽപത്രത്തിനകത്ത് വ്യക്തമായി കാണാൻ പറ്റി. ആ കൈയെഴുത്ത് പരിശോധകർ മഹേഷിനോട് ആ കാര്യം വ്യക്തമാക്കി. ഇത് വളരെ ശ്രദ്ധിച്ച് എഴുതി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വിൽപത്രമാണ്. ഒരാൾ അയാളുടെ ആഗ്രഹം വില്ലാക്കി മാറ്റിയാണല്ലോ ചെയ്യുന്നത്. അയാൾ സാധാരണഗതിയിൽ എഴുതുന്നതും ഈ വിൽപത്രത്തിൽ എഴുതുന്നതും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഇത് ഓരോ വാക്കുകളായി പിറക്കി പിറക്കി വെച്ചിരിക്കുകയാണ്. അതിനു പുറമെ ആ വാക്കുകളിൽ ഓരോ അക്ഷരവും പിറക്കി വെച്ചിരിക്കുകയാണ്. ശരിക്കും വളരെ ശ്രദ്ധിച്ച് മറ്റാളുടെ കൈയക്ഷരം നോക്കി എഴുതുന്നത് പോലെയുണ്ട്. ശാലിനിയുടെ കൈയക്ഷരം നോക്കി ഇനി ശ്യാമങ്കാനും ആ വിൽപത്രം എഴുതിയതാണോ, ശാലിനിയുടെ ഒപ്പ് നോക്കി ശ്യാം അതുപോലെ ഇട്ടതാണോ? ആ കൈയക്ഷര വിദഗ്ധൻ പറഞ്ഞത് കേട്ടപ്പോൾ മഹേഷിന് അങ്ങനെയാണ് തോന്നിയത്. മഹേഷ് ആ വിവരം ഉടനെ ഡിവൈഎസ്പിക്ക് റിപ്പോർട്ട് ചെയ്തു. ഡിവൈഎസ്പിയും സർക്കിൾ ഇൻസ്പെക്ടറും മഹേഷും മറ്റ് ടീം മെമ്പേഴ്സും അവരുടെ ആ ധാരണ ചർച്ച ചെയ്തു. ശ്യാം ഒരു വ്യാജ വിൽപത്രം ഉണ്ടാക്കിയതാണെങ്കിൽ കഥ ആകെ മാറുകയാണ്. വ്യക്തത പറഞ്ഞല്ലോ, എന്തായാലും അവരുടെ സംശയത്തിന് വ്യക്തത വരണം. അതിനുവേണ്ടി ശ്യാമിനെ അവരുടെ ക്ലബിലേക്ക് വിളിപ്പിച്ചു. ശ്യാമിനെ പോലീസ് ക്ലബിലേക്ക് വിളിപ്പിച്ച് മഹേഷ് ശ്യാം എത്തിയതും ശ്യാമുമായി അന്വേഷണ സംഘത്തിന്റെ മുന്നിലെത്തി. സർ, ശ്യാം വന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ശ്യാമിനെ ആ ക്ലബിനകത്തേക്ക് കൊണ്ടുവരുന്നു. ഡിഎസ്പി ശ്യാമിനെ കണ്ടതും ശ്യാമിനോട് പറഞ്ഞു, ശ്യാം ഇരിക്കും. ശ്യാം ഇരുന്ന് കഴിഞ്ഞതും അദ്ദേഹം ശ്യാമിനോട് പറഞ്ഞു, ശ്യാം, ഞങ്ങൾ ഈ കോടതിക്കുള്ള റിപ്പോർട്ട് തയ്യാറാക്കാനായി നീ കൊണ്ടുവന്ന പ്രമാണം പരിശോധിക്കുകയായിരുന്നു. പക്ഷെ ആ പ്രമാണത്തിൽ ഒരു വിഷയമുണ്ട്. സർ, പ്രമാണത്തിൽ എന്ത് വിഷയം? ശ്യാം, അതിനകത്ത് ഒരുപാട് കള്ളത്തനങ്ങളുണ്ട്. കള്ളത്തനോ? സാർ, എന്താ സാർ പറയുന്നത്? അത് ശാലിനിയാണ് ഒപ്പിട്ടത്. ഹേയ് ശ്യാം, ശാലിനി ഒപ്പിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞില്ല. പക്ഷേ ശാലിനി സ്വമനസ്സാൽ ഒപ്പിട്ടതല്ല. സാർ എന്താ പറയുന്നത്? ശാലിനി സ്വമനസ്സാൽ ഒപ്പിട്ടതാണ്. നോക്ക് ശ്യാം, സത്യം നിനക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. നീ ശാലിനിയെ കൊണ്ട് ബലം പ്രയോഗിപ്പിച്ച് ഒപ്പിടിപ്പിച്ചതാണെന്ന് ആ പ്രമാണം പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ എക്സ്പെർട്ടുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ആ പ്രമാണം പ്രമാണം എഴുതി പരിചയമില്ലാത്ത ഒരാളാണ്. അത് നീയാണ് എഴുതിയതെന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് അധികം സമയമൊന്നും വേണ്ട. അത് കേട്ടതും ശ്യാമിന്റെ മുഖം വിളറി. അവന്റെ പുറത്ത് ആകാശത്ത് ഇടി വീണാൽ എന്താണോ അവനുണ്ടാകുന്ന ഭാവം, ആ മുഖഭാവത്തിലേക്ക് അവൻ കിടക്കുകയാണ്. അവൻ ആകെ ഭയന്നുപോയി. എന്തായാലും അവന്റെ ആ ഭയം വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞ പോലീസ് സംഘം അവനെ വളഞ്ഞിട്ട് ചോദ്യം ചെയ്തു തുടങ്ങി. നിരന്തരമായ ചോദ്യം ചെയ്യലുകൾക്കൊടുവിൽ അവസാനം ശ്യാം പോലീസിനോട് സംസാരിച്ചു തുടങ്ങി. സാറേ, അവക്ക് തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ആ സ്വത്തുക്കൾ കിട്ടിയത്. അതിൽ കുറച്ച് എനിക്ക് തരണമെന്ന് ഞാൻ അവളോട് പലതവണ പറഞ്ഞതാണ്. അവൾ പക്ഷേ തന്നില്ല. സാറേ, എത്രയെന്ന് വെച്ചാൽ സാറേ ക്ഷമിക്കുക. അങ്ങനെയാണ് ഞാനൊരു വിൽപത്രം ഉണ്ടാക്കി ഒരു ദിവസം അവളെ കാണാൻ ചെന്നത്. ഞാൻ അവളെ കാര്യമായി ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവൾ ഒപ്പിട്ടത്. പോലീസ് നേരത്തെ ആരോപിച്ച കാര്യങ്ങളൊക്കെ ശ്യാം ഇതാ സമ്മതിക്കുകയാണ്. ശ്യാം, നീ പ്രമാണം അവളെ കൊണ്ട് ഒപ്പിടിപ്പിച്ചപ്പോൾ നിനക്കറിയാം അവൾ ജീവിച്ചിരുന്നാൽ ആ പ്രമാണം കൊണ്ട് ഉപയോഗമില്ലെന്ന്. അത് അവൾക്കും അറിയാം. അവൾ ഒപ്പിട്ട് നിനക്ക് നൽകിയിരിക്കുന്ന ആ വിൽപത്രത്തിന് വില ഇല്ലാതാക്കാൻ അവള് പിറ്റേ ദിവസം വേറൊരു വിൽപത്രം എഴുതിയാൽ മതിയെന്ന് നിനക്കറിയാം. അങ്ങനല്ലേ ശ്യാം? അത് കേട്ടപ്പോൾ ശ്യാം നിശബ്ദനായി. പോലീസ് പറഞ്ഞു തുടങ്ങുന്നത് എന്താണെന്ന് അവന് മനസ്സിലായി എന്ന് വ്യക്തം. എന്തായാലും അല്പനേരം ബലം പിടിച്ചെങ്കിലും അവസാനം അവൻ ആ കാര്യം സമ്മതിച്ചു.
ആ വിൽപത്രം ഒപ്പിട്ടതിന് ശേഷം ശാലിനി ജീവിച്ചിരുന്നാൽ അവള് ആ വിൽപത്രം മാറ്റി എഴുതും. അവളെ കൊണ്ട് ബലം പ്രയോഗിപ്പിച്ചാണ് അവൻ ആ വിൽപത്രത്തിൽ ഒപ്പിടിപ്പിച്ചത്. അവള് ജീവിച്ചിരുന്നാൽ മാറ്റി എഴുതാൻ സാധ്യതയുള്ള ആ വിൽപത്രത്തിന്റെ നിലനിൽപ്പെന്ന് പറയുന്നത് ഇപ്പോ അവളുടെ ജീവനുമായി ബന്ധപ്പെട്ടാണ്. അവളുടെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ വിൽപത്രത്തിന് വിലയുണ്ടാവും. അതറിയാവുന്ന ശ്യാം ശാലിനിയെ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ശാലിനി ആ വിൽപത്രം ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ ശാലിനിയോട് അവൻ സംസാരിച്ചു തുടങ്ങി. അങ്ങനെയാണ് ശാലിനി അവന് ഭക്ഷണം ഉണ്ടാക്കാനായി അടുക്കളയിലേക്ക് കടന്നത്. അവര് കലമൊക്കെ എടുത്തു വെച്ച് അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച സമയത്ത് തൊട്ട് പുറകിലെത്തിയ ശ്യാം ഒറ്റ വെട്ടിന് അവളുടെ കഴുത്ത് മുറിക്കുകയായിരുന്നു. തികച്ചും അപ്രതീക്ഷിതമായി പുറകിൽ നിന്ന് അവൻ ആഞ്ഞു വെട്ടുകയായിരുന്നു. അവൾക്കൊന്ന് ഉറക്കെ കരയാൻ കഴിയും മുമ്പ് അവളുടെ കഴുത്ത് അറ്റു എന്നതാണ് സത്യം. അവളെ അവിടെ വെട്ടി വീഴ്ത്തിയതിനു ശേഷം അവൻ ശബ്ദമുണ്ടാക്കാതെ മുകളിൽ ചെന്നപ്പോൾ മകൻ അവിടെ കിടക്കയിൽ നല്ല ഉറക്കത്തിലാണ്. തലകണ കൊണ്ട് അവന്റെ മുഖത്ത് ആഞ്ഞമർത്തിയാണ് അവനെ ശ്യാം അവസാനിപ്പിച്ചത്. അവന്റെ ബോഡി അവിടെ നിന്ന് ചുവന്ന് അടുക്കളയിൽ എത്തിക്കുമ്പോൾ വെട്ടേറ്റ് 2 കഷ്ണമായി ശാലിനി അവിടെ കിടക്കുകയാണ്. ആ 2 പേരെയും ആ അമ്മിക്കല്ലിലേക്ക് കുറച്ച് എടുത്തുയർത്തി ചെറുതായിട്ട് അരിഞ്ഞത് തുടർന്ന് ശ്യാം തന്നെയാണ്. അരിഞ്ഞ് ചെറു കഷ്ണങ്ങളാക്കിയതിനു ശേഷം അവനത് ആ കുഴിയുള്ള അടുപ്പിലിട്ട് കത്തിക്കുകയായിരുന്നു. ആ മുഴുവൻ മാംസവും എല്ലും വെന്ത് വെണ്ണീറാകും വരെ അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. രാവിലെ റബ്ബർ ഷീറ്റ് അടിച്ചിട്ട് ഭാസ്കരൻ പോയി കഴിഞ്ഞാൽ പിറ്റേന്ന് നേരം പുലരുമ്പോൾ ഭാസ്കരൻ വരുന്നവരെ ആ വീട്ടിൽ വേറെ ആരും വരാറില്ല. ആ സമയമാണ് ശ്യാം നന്നായി ഉപയോഗിച്ചത്. അതീവ ഭംഗിയായിട്ട് ആ 2 ആളുകളെയും വെട്ടി നുറുക്കി ആ അടുപ്പിലിട്ട് കത്തിച്ച് വെണ്ണീറാക്കി കഴിഞ്ഞതിന് ശേഷം ആ അമ്മയും കല്ലുമൊക്കെ അയാൾ തുടച്ചു വൃത്തിയാക്കി. പക്ഷെ അയാളുടെ നിർഭാഗ്യത്തിന് ആ കല്ലിന്റെ പുറകിൽ ചുവരിൽ രക്തം തെറിച്ചിരുന്നു. ആ അമ്മിക്കല്ല് അവിടെ ഇരുന്നത് കൊണ്ട് ആ ചുവരിൽ പറ്റിപ്പിടിച്ച രക്തവും മാംസവും അവൻ കാണാതെ പോയതാണ്. ആ കാര്യങ്ങളാണ് ശാലിനിയും മകനും ആ വീട്ടിൽ കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പാക്കിയ കാര്യം എന്ന് പറയുന്നത്. എന്നാലും കോടതിയിൽ കേസ് എത്തുകയാണ്. സമാനതകളില്ലാത്ത കൊലപാതകങ്ങളാണ് നടന്നിരിക്കുന്നത്. സെഷൻസ് കോർട്ട് ശ്യാമിന് വിധിച്ചത് വധശിക്ഷയാണ്. അപ്പീലുമായി ശ്യാം ഹൈക്കോടതിയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഈ കഥ നിങ്ങളോട് പറഞ്ഞത് കഥാവേദിയിൽ നിന്ന് BS ചന്ദ്രമോഹൻ. ഈ കഥ നിങ്ങൾക്ക് വേണ്ടി എഴുതിയത് സൂര്യ. കമന്റുകൾ ചെയ്യണേ. താങ്ക് യു.